ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ഒരു അറാബി ഓടി വരുന്നു. അദ്ദേഹത്തിന് ഒരു സഹായം വേണം. അദ്ദേഹം ഒരാളെ കൊന്നിട്ടാണ് വരുന്നത്. അബദ്ധവശാൽ ഒരു കൊലപാതകം നടന്നു. അതിന് പ്രായശ്ചിത്തം കൊടുക്കണം, ദിയത്ത് കൊടുക്കണം, എക്സ്പിയേഷൻ കൊടുക്കണം. അപ്പോൾ തിരുനബിയോട് വന്ന് ചോദിക്കുകയാണ്, നബിയെ, എനിക്ക് സഹായം ചെയ്തു തരണം. അങ്ങ് തങ്ങൾ എന്ത് ചെയ്തു കൊടുക്കാനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്ന് വിചാരിച്ച് തങ്ങൾ ചോദിക്കുകയാണ്, അഹ്സന്നാ ഇലൈക്, ഞങ്ങൾ നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറിയില്ലേ? സന്തോഷമായില്ലേ? ഏതോ ഒരാളെ കൊന്നിട്ട് വരുന്ന ആളാണ്. അതിന് ബ്ലഡ് മണി കൊടുക്കാൻ ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം തങ്ങളോടത് ചോദിച്ചു വരികയാണ്. തങ്ങൾ ഉള്ളത് കൊടുത്തു. തങ്ങൾക്ക് എന്തെടുത്തു കൊടുക്കാനുണ്ടായിരുന്നു? തങ്ങളുടെ കയ്യിലുള്ള ചെറുതെന്തോ തങ്ങൾ കൊടുത്തു. അഹ്സന്ന ഇലൈക്, നമ്മൾ ചെയ്തത് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ലാ അഹ്സൻത വലാ അജ്മൽത, നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ, എൻ്റെ കാര്യം സാധ്യമായിട്ടില്ലല്ലോ, കുറച്ച് കാശല്ലേ തന്നിട്ടുള്ളൂ. വലാ അജ്മൽത. സ്വഹാബികളിൽ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. ആ മനുഷ്യൻ്റെ അരികത്തേക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ഇവർ ഒരുങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് നന്ദി കേട് പറയേ, തങ്ങൾ ഉപകാരം ചെയ്തപ്പോൾ അൽഹംദുലില്ലാ നബിയെ അത്രയെങ്കിലും ആയല്ലോ എന്ന് പറയേണ്ടിടത്ത് ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇഷ്ടക്കുറവ് വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറാബിയെ വിളിച്ചു. നോക്കണം, കൂടെയുള്ള മുഴുവൻ ആളുകളും ആ അറാബിയെ അടിക്കാനോ പ്രഹരിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറാബിയെ വീടിനുള്ളിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ, ഇന്നക ജിഅ്തനാ ഫസഅൽതനാ ഫഅഅതൈനാക ഫഖുൽത മാ ഖുൽത്, നീ ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന ആളാണ്, നിന്നെ വിളിച്ചു വരുത്തിയതല്ല. നിന്റെ ഒരു ആവശ്യം നീ ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ പറ്റുന്ന സഹായമൊക്കെ ചെയ്തു തന്നു. എന്നിട്ട് നീ ആ പറഞ്ഞ വാക്ക് കൂടെയുള്ള ആളുകൾക്ക് വളരെ വേദനിച്ചു കേട്ടോ. എൻ്റെ വീടിനകത്തേക്ക് വാ. തങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി കൈപിടിച്ചു. ഇത് നിനക്ക് വേണോ? എടുത്തോ. ഇത് വേണോ? എടുത്തോ. ഇത് വേണോ? എടുത്തോ. അങ്ങനെ അവിടെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ നബി തങ്ങൾ എടുത്തു കൊടുക്കുന്നു. ഏതോ ഒരാൾക്ക്, നമ്മൾ അറിയണം, ഇത് ഏതോ ഒരാൾക്ക്. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അത്തിപ്പറ്റസ്ഥാനം ഓർമ്മ വരികയാണ്. ഉസ്താദ് അല്ലയിലുള്ള സമയത്തൊക്കെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഉസ്താദുമാരോ മുഅല്ലിമീങ്ങളോ വിഷമം കഷ്ടപ്പാട് കൊണ്ട് വിഷമിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയാൽ ഉസ്താദ് അവരെ പറ്റി പറയാ, നമുക്ക് അതിഥികൾ വന്നിട്ടുണ്ട്, നമുക്കവരെ സഹായിക്കണം. അതിഥികൾ എന്ന് പറയുന്നൊരു മഹാനാണ് അത്തിപ്പറ്റ ഉസ്താദ്. മഹല്ലുകാർ പോലും ഫോൺ ഓഫാക്കി വെക്കുന്ന സമയത്താണ് ഉസ്താദ് സ്വന്തം ശമ്പളം എടുത്തിട്ട് ആ മുഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് കയ്യിൽ കൊടുക്കുകയും നമ്മുടെ അതിഥികളാണ് എന്ന് പറയുകയും ചെയ്തിരുന്ന മഹാനായ ശൈഖുനൽ മർഹൂം. അല്ലാഹുവരെയും നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഒരാളെ കൊന്നു വന്ന ഒരാൾ, കൊലപാതകം ചെയ്തു വന്ന ഒരാൾ തങ്ങൾ കൊടുത്തതിൽ തൃപ്തിയാവാതെ ലാ മാ അഹ്സൻത വലാ അജ്മൽത എന്ന് ഹബീബിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അവിടെയുള്ള വളരെ വിലപിടിപ്പുള്ളത് എന്ന് പറയാനൊക്കില്ല, വളരെ ചെറിയ സാധനങ്ങൾ ഹബീബിൻ്റെ വീട്ടിലുള്ളൂ. അതൊക്കെ എടുത്തോളൂ. ഹബീബായ നബി വീണ്ടും ചോദിച്ചു, അഹ്സന്ന ഇലൈക്, നിങ്ങൾക്ക് തൃപ്തിയായോ? അഹ്സന്ന ഇലൈക്, സന്തോഷായോ? അദ്ദേഹം പറഞ്ഞു, നഅം ഫജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ, അല്ലാഹു നിങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു ഖൈറു ചെയ്യട്ടെ. അപ്പം നബി തങ്ങൾക്ക് വളരെ സന്തോഷമായി. പക്ഷേ തങ്ങളുടെ വീട്ടിനുള്ളിൽ വെച്ച് പറഞ്ഞ ഈ വാക്ക് സ്വഹാബികൾ കേട്ടിട്ടില്ലല്ലോ. തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിനക്കിപ്പോൾ സന്തോഷമായി എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എൻ്റെ സ്വഹാബികൾ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് വിചാരിച്ചു കാണും. നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോഴേ തങ്ങൾക്ക് പേടിയാവുകയാണ്. ഇദ്ദേഹം സൂക്കിലേക്ക് ഇറങ്ങിയാൽ സ്വഹാബിമാർ എന്തെങ്കിലും ചെയ്തേക്കുമോ? ഹബീബിനോട് അപമാനിച്ച ഒരാൾ തങ്ങളോട് മുഖത്ത് നോക്കി ലാ അജ്മൽത വലാ അഹ്സൻത എന്ന് പറയാൻ ധൈര്യപ്പെട്ട ഒരാളെ
സ്വഹാബികളല്ലേ, ആവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്തേക്കുമോ? തങ്ങൾക്ക് പേടിയായി. പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ. സ്വഹാബത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് രണ്ടുപേർക്കും ചെല്ലാം. എന്നോട് നീ ഇപ്പൊ പറഞ്ഞില്ലേ, നഅം ജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ, അത് എൻ്റെ സ്വഹാബത്തിൻ്റെ മുമ്പിൽ ചെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ നബിയെ, സന്തോഷത്തിലാണ്. അങ്ങനെ ഹബീബ് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചു വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളോട് തങ്ങൾ സംസാരിക്കുകയാണ്. ഇന്നക കുൻത ജിഅ്തനാ ഫഅഅതൈനാക ഫഖുൽത മാ ഖുൽത, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നു, അങ്ങനെ കുറച്ച് സാധനമൊക്കെ തന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എൻ്റെ സ്വഹാബികൾക്ക് അതിൽ ചില പ്രയാസങ്ങളൊക്കെ തോന്നിയിരുന്നു. ഇപ്പോ നിനക്കെന്തു തോന്നുന്നു? പറഞ്ഞു, അഹ്സൻസ് ജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ, നിങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ സ്വഹാബത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീങ്ങിയിരിക്കുകയാണ്. ഇനി നബി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് ഈ സംഭവം പറഞ്ഞതിന് ശേഷം. ഇന്ന മസലി വമസല ഹാദൽ അറാബി, ഞാനും ഈ അറാബിയും തമ്മിലുള്ള ഉദാഹരണം ഒരു ഒട്ടകം പോലെയാണ്. ആ ഒട്ടകം വിരണ്ടോടുകയാണ്. നാട്ടുകാർ മുഴുവൻ ഒട്ടകത്തിൻ്റെ പിന്നാലെ. ആ ഒട്ടകം മുന്നോട്ടോടുന്നു, പിടികൊടുക്കാതെ ഓടുകയാണ്. ജനങ്ങൾ പിന്നാലെ വടിയെടുത്ത് ഒട്ടകത്തിൻ്റെ പിന്നാലെ. അപ്പോഴാണ് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ, ഹേ, അതെൻ്റെ ഒട്ടകമാണ്, അതിനെ വിട്ടേക്കിൻ, അതിൻ്റെ ഭക്ഷണം എനിക്കറിയാം. അങ്ങനെ അദ്ദേഹം അദ്ദേഹം കുറച്ച് പുല്ലെടുത്തിട്ട് തൻ്റെ വസ്ത്രത്തിൽ മറപിടിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഒട്ടകത്തിന്. വിരണ്ടോടിയ ഒട്ടകം തൻ്റെ ഉടമസ്ഥനെ കണ്ടപ്പോൾ ആ പുല്ല് കണ്ട് തിരിഞ്ഞു വന്ന് അരികത്തേക്ക് വന്ന് നിൽക്കുന്നു. അദ്ദേഹം ആ ഒട്ടകപ്പുറത്ത് തൻ്റെ സീറ്റൊക്കെ റെഡിയാക്കി വെച്ചു. ഒട്ടകപ്പുറത്ത് കയറി അദ്ദേഹം യാത്രയായി. ആളുകൾ മുഴുവൻ പിന്നാലെ കൂടിയപ്പോൾ നിൽക്കാത്ത ഒട്ടകം അതിൻ്റെ ഉടമസ്ഥനെ കണ്ടപ്പോൾ അതിന് മനസ്സിലായി, ഞാനും നിങ്ങളും ഈ അറാബിയോടുള്ള പെരുമാറ്റത്തിലെ വ്യത്യാസം ഇതാണ്. അറാബി ആ ഒട്ടകമാണെന്ന് സങ്കല്പിക്കുക, നിങ്ങൾ നാട്ടുകാരും. എനിക്കയാളെ മനസ്സിലായി എങ്ങനെ പെരുമാറണമെന്ന്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലൗ അന്നി അത്അതുകും ഹൈതു ഖാല മാ ഖാല ദഖലൻ നാർ, വലൗ അന്നി അത്അതുകും ഹൈതു ഖാല മാ ഖാൽ. നമുക്കൊക്കെ വളരെ വലിയൊരു പാഠം ഇതിലുണ്ട്. ഇമോഷണൽ ആവരുത്, ക്ഷുബ്ധമായിട്ട് നമ്മൾ പെരുമാറരുത്. അലി റളിയല്ലാഹു അൻഹു പറയും, ദേഷ്യം പിടിക്കുമ്പോൾ വിധി പോലും പറയാൻ പാടില്ലെന്നാണ് ജഡ്ജിമാർ. ദേഷ്യം മാറിയിട്ടേ പറയാവൂ. പ്രക്ഷുബ്ധമാവാതെ ശാന്തമായ ഒരു ക്ലാസ് റൂമിനെ ഹാൻഡിൽ ചെയ്യുക, പ്രക്ഷുബ്ധമായ ഒരു ജനക്കൂട്ടത്തെ ശാന്തമായി ഇരുത്തുക. ഒരു മുഅല്ലിം, ഒരു അധ്യാപകൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ജോലിയാണത്. തങ്ങൾ പറയാ, ആ മനുഷ്യൻ ആദ്യം എന്നോട് പറഞ്ഞ വാക്ക് കേട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്ന് നിങ്ങളെ ഇയാളുടെ പിന്നാലെ ഞാൻ വിട്ടിരുന്നെങ്കിൽ ആ മനുഷ്യൻ ദഖലന്നാർ, ഇന്നലെ ഇസ്ലാമിലേക്ക് വന്ന ആളാ. ഈ വക ആളുകളെ കൂടെ കണ്ടാൽ ആ മനുഷ്യൻ ഇസ്ലാമെന്ന് പുറത്തു പോകില്ലേ, കുഫറിലായി മരിക്കില്ലയോ, ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മനുഷ്യ മനസ്സുകളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയുമായിരുന്ന അധ്യാപകനാണ് മുഅല്ലിമുൽ ഉമ്മ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ മക്ക, മക്കയുടെ വിജയം നടക്കുന്ന സമയം ഫത്ഹ് മക്ക. ഫത്ഹ് മക്ക കഴിഞ്ഞതിന് ശേഷമാണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത്. നമുക്കറിയാം, ഹുനൈൻ മക്കയുടെയും ത്വായിഫിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മക്ക വിജയത്തോടുകൂടെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകി വന്ന സമയമാണ് ഹുനൈൻ. അള്ളാഹുവിൻ്റെ ഹബീബ് ത്വായിഫിൻ്റെ ഭാഗത്ത് ഹുനൈനിൽ ഹവാസിൻ ഗോത്രവുമായി നടന്ന യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. തങ്ങളും അനുയായികളും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ത്വായിഫുകാർ അമ്പും വില്ലും കല്ലുകളും എടുത്ത് ത്വായിഫിൻ്റെ മലമടക്കുകളിൽ പതിഞ്ഞിരുന്നു. സ്വഹാബിമാർ വന്നപ്പോഴേക്കും എറിയാൻ തുടങ്ങി. ഹവാസിനുകാരുടെ ഏറും അമ്പും സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുണ്ടായിരുന്ന 12,000-ൽ 9 പേരൊഴികെ ബാക്കി മുഴുവൻ ആളുകളും തടിതപ്പിയെന്നാണ്. വല്ലാത്ത അത്ഭുതം നടന്നൊരു യുദ്ധമാണ്. അതായത് 11,991 ആളും ഓടിപ്പോയി. 9 ആളാണ് ഹബീബിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോഴാണ് ഹബീബ്, യാ അബ്ബാസ് നാദിൽ മുഹാജിരീന വൽ അൻസ്വാർ, അബ്ബാസ് എന്നവരെ മുഹാജിറുകളെയും അൻസ്വാരികളെയും വിളിക്കൂ. അബ്ബാസ് എന്നവർക്ക് നല്ല ശബ്ദമായിരുന്നു.
നല്ല ഗാംഭീര്യമുള്ള ശബ്ദമാണ്. 1 മൈലോ 2 മൈലോ അപ്പുറത്തേക്ക് കേൾക്കുമാർ ഉച്ചത്തിൽ വിളിക്കാൻ കഴിയുമായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമ്മളൊക്കെ കണ്ടതാണ്. അത്രയും ശബ്ദമുള്ള മഹാന. അങ്ങ് വിളിച്ചു, അൻസ്വാരികളെ വരിൻ, മുഹാജിറുകളെ വരിൻ. അങ്ങനെ വന്നത് 80 അല്ലെങ്കിൽ 100 പേർ തിരിച്ചു വന്നു. അവരാണ് ഹുനൈൻ യുദ്ധത്തിൽ സംബന്ധിച്ചത്. അവരെ കൊണ്ടാണ് യുദ്ധത്തിന് വിജയമുണ്ടായത്. അതായത് 11,900 ആളുകൾ പിന്തിരിഞ്ഞോടിയ, അവരൊക്കെ അറാബികളായിരുന്നു. ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. യുദ്ധം കണ്ടപ്പോൾ പിന്തിരിഞ്ഞോടിപ്പോയി. 100 ആളുകളാണ് പിടിച്ചു നിന്നത്. അവരെ കൊണ്ടാണ് യുദ്ധം വിജയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തല്ലേ പറഞ്ഞത്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, സത്യമാണ്. അനബ്നു അബ്ദിൽ മുത്തലിബ്, പ്രവാചകത്വം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രവാചകനാണ്. തറവാടാണോ വേണ്ടത്? ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ്. 2 നിലക്കും എൻ്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ഗനീമത്ത് ഓഹരി വെക്കുകയാണ്. യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളല്ല നമ്മുടെ ഭാഗം. ഓഹരി വെക്കുമ്പോൾ ഈ 12,000-ൽ 11,900 ഓടി വന്നു. നബിയേ ഇഖ്സിം ലനാ ഫൈഅന, ഞങ്ങളുടെ ഓഹരി ഇങ്ങോട്ട് തരീൻ നബിയെ, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇങ്ങോട്ട് തരീൻ, ഞങ്ങൾക്ക് കിട്ടാനുള്ള തരും. എവിടെ? യുദ്ധം ചെയ്യാത്ത ആളുകൾ, ശത്രുക്കളെ കണ്ടപ്പോൾ ഓടിപ്പോയ ആളുകൾ. പക്ഷേ ബ്രോക്കർമാർ ബ്രോക്കറേജ് വാങ്ങണ പോലെ നോക്കിയെന്നവർക്കും കൊടുക്കേണ്ടി വരും. അവർ ഓടി വന്നിരിക്കുകയാണ്. അവർക്കും കൊടുക്കാൻ നബി തങ്ങൾ ഒരുപാട് കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം ചോദിച്ചു, നബിയെ യുദ്ധം ചെയ്തവർക്ക് കൊടുക്കുന്നതിനേക്കാളേറെ യുദ്ധം ചെയ്യാതെ നോക്കി നിന്ന ആളുകൾക്ക് അങ്ങ് കൊടുക്കുന്നുവല്ലോ. അന്നേരം തങ്ങൾ പറഞ്ഞൊരു വാക്കാണ്, സഅദേ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഫഇന്നമാ തുൻസറൂന ബിദുഅഫാഇകും, നിങ്ങളിലെ മിസ്കീന്മാരെ കൊണ്ടാണ് അള്ളാഹു ഈ ദീനിനെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് ഈ ഉമ്മത്തിലെ ദുർബലരായ ആളുകൾ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അതല്ല. അറാബികൾ കൂട്ടം കൂടമായി നബി തങ്ങളുടെ കൂടെ കൂടിയിരിക്കുക. തങ്ങളെ തരിൻ. തങ്ങൾ നോക്കിയിട്ട് പറയും, ആ ആട്ടിൻ പറ്റങ്ങൾ മുഴുവൻ ഖുദ്ഹ, എടുത്തോളൂ, ഇത് നീ കൊണ്ടുപോയിക്കോ. ആയിരക്കണക്കിന് കന്നുകാലികളുള്ള ഒരു താഴ്വരയിലേക്ക് നോക്കിയിട്ടാണ് ഒരു അറാബി ചോദിച്ചത്, നബിയെ ഇത് ആർക്കാ നബിയെ? ഖുദ്ഹ. അത് നാട്ടിലേക്ക് തെളിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ പോയി ഇസ്ലാം സ്വീകരിച്ചോളൂ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ യഖ്ശൽ ഫഖർ, ഒരു ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയ മുഹമ്മദ് നബി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനല്ലേ ത്വലബത്തുൽ ഇൽമ ലിഗൈരില്ലാ ഫഅബാ അൻ യകൂന ഇല്ലാ ലില്ലാ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇൽമ പഠിക്കാൻ പോകുമ്പോൾ ഭക്ഷണം കിട്ടണമെന്നായിരിക്കും ആഗ്രഹം. പിന്നെ ഇൽമിനോടുള്ള സ്നേഹം കൊണ്ട് അത് ഇഖ്ലാസായിട്ട് മാറി വരും. ദീനിലേക്ക് വന്ന ചില ആളുകൾ അങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഹരി വെച്ച് കൊടുക്കുക. അറാബികൾ തങ്ങളങ്ങോട്ട് വളഞ്ഞു. ഒരു 12,000 ആളുകൾ ഒരാളുടെ ചുറ്റും കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 12,000 ആളുകൾ, 12,000 ആളുകൾ. അങ്ങനെ ഹുനൈനിൽ മുള്ളിൻ്റെ മരങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാൻ, പേടിക്കണ്ട, നിങ്ങളാരും ഭയപ്പെടണ്ട. തങ്ങളുടെ മേൽത്തട്ടം പോലും, തങ്ങളുടെ തലപ്പാവ് ഒരു മരത്തിൻ്റെ മുള്ളിൽ കുടുങ്ങിക്കിഴിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, റുദ്ദു അലയ്യ റിദാഇ, റുദ്ദു അലയ്യ റിദാഇ, എൻ്റെ ആ തട്ടമിങ്ങ് തരീൻ, എൻ്റെ തലപ്പാവിങ്ങ് തരീൻ, ഞാൻ നിങ്ങൾക്ക് തരാം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫവല്ലദീ നഫ്സി ബിയദിഹി ലൗ കാന അദദ ശജരി തിഹാമത നഅമൻ ലഖസംതുഹു അലൈക്കും. ഈ തിഹാമയിലെ വൃക്ഷങ്ങളോളം ചെടികളോളം നിറയെ ഇവിടെ കന്നുകാലികൾ ഉണ്ടെങ്കിൽ, അത് ഗനീമത്തിൻ്റെ സ്വത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകൂ. ഞാനൊന്നും കൊണ്ടുപോകില്ല. ثم لا تجدونني بخيلا ولا جبانا ولا كذابا. അങ്ങനെ നിങ്ങൾക്ക് ബോധ്യമാകും ഞാനൊരു പിശുക്കനല്ല, ഞാൻ ഭീരുവല്ല, ഞാൻ നുണ പറയുന്ന ആളുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തങ്ങളെങ്ങനെ ബഖീലാവും? ബഖീലാണെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് സ്വന്തം പോക്കറ്റിക്കല്ലേ ഇടുക. തങ്ങൾ കൊടുക്കുകയാണ്, തങ്ങൾ എടുത്തു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജബാൻ, ഭീരുവോ? മഅദല്ലാഹു വഹാഷാ ലില്ലാഹ്. തങ്ങളല്ലേ അനന്നബിയ്യു ലാ കദിബ്. എല്ലാവരും ഓടിയപ്പോൾ ഒറ്റക്ക് വജാഹിദ് ഫീ സബീലില്ലാഹ്, ഹബീബായ നബി തങ്ങളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, അങ്ങ് യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ലാ തുകല്ലഫ് ഇല്ലാ നഫ്സക്,
അങ്ങയുടെ കാര്യം നോക്കിയേക്കണം. ആരോടിയാലും അങ്ങ് ഓടാൻ പാടില്ല. ഹബീബിൻ്റെ പ്രത്യേകമായ നിയമമാണ്. തങ്ങൾക്ക് ഒരു യുദ്ധത്തിലും പിന്തിരിയാൻ പാടില്ല. തങ്ങൾ പിന്തിരിയുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാസ്വായ ചില ഹുക്കുമുകളിൽ മഹാന്മാർ അത് ഉദ്ധരിച്ചുവല്ലോ. അനൻ നബിയ്യു ലാ കദിബ് വലാ കദാബ. തങ്ങൾ നുണ പറയുന്ന ആളായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് എങ്ങനെ അള്ളാഹു സഹായം ചെയ്യും? ഹബീബായ നബി തങ്ങൾ ആ യുദ്ധം വിജയിച്ചിരിക്കുകയാണ്. 12,000-ഓളം വരുന്ന ആളുകൾക്ക് നബി തങ്ങൾ ഒരു പാഠം പ്രാക്ടിക്കലി പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ ഭീരുവല്ല, ഞാൻ ബഖീലല്ല, ഞാൻ ഖദ്ദാബുമല്ല, നുണ പറയുന്ന ആളുമല്ല. ഇവിടെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് അധ്യാപകരാവട്ടെ അല്ലാത്തവരാകട്ടെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന 3 ഗുണങ്ങളാണ് ഹബീബായി തങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ എന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ഭീരുത്വം പാടില്ല, ഭീരുവാകരുത്. സത്യം തുറന്നു പറയാൻ ഒരാളും അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും പേടിക്കേണ്ടതില്ല. ധർമ്മവും സത്യവും ഒരുപക്ഷെ നമ്മുടെ ഹവൻ നഫ്സിന് എതിരാണെങ്കിൽ പോലും നമ്മൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെയല്ല. അത് തുറന്നു പറഞ്ഞേ പറ്റൂ. നമുക്കവിടെ ആരെയും പേടിക്കേണ്ടതില്ല. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളെയും ഭയപ്പെടാൻ പാടില്ല. ജബാനാവരുത്. ഒരു ഭീരുവാണെങ്കിൽ അയാൾക്ക് എന്ത് വ്യക്തിത്വം? ബഖീലാവരുത്, പിശുക്കൻ. പിശുക്കനായാൽ എന്തിൻ്റെയും പിന്നിൽ ഒരു സാമ്പത്തിക ലാഭം അയാൾ കണ്ണുവെക്കും. അയാളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണിത്. എന്തിന് ഞാൻ ഈ പണിയെടുക്കുന്നു? പൈസ കിട്ടാനോ? അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, ഐഹികമായ ലാഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാവരുതേ റബ്ബേ എന്ന് ദുആയിരക്കാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ കദ്ദാബൻ. ഒരു നുണ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം തകരുമെന്നാണ്. ഒരു കളവ് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളോട്, നമ്മുടെ മുതഅല്ലിമീങ്ങളോട്, നമ്മുടെ മക്കളോട് ഒരു കളവ് പറഞ്ഞാൽ ആ പിതാവിനെ, ആ ഗുരുനാഥൻ്റെ ഗ്രാഫ് നേരെ താഴുകയാണ്. പിന്നെ അത് മറച്ചു പിടിക്കാൻ 1000 സത്യം പറഞ്ഞാലും അതിൻ്റെ അരികത്തേക്ക് എത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട 3 ഗുണമാണ്: ഭീരുത്വം അരുത്, പിശുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് കൊടുക്കുക. അങ്ങനെയല്ലേ? വലൗ ബിശഖ്ഖി തംറ. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി ആ ചർച്ച വരുന്നുണ്ട്. വലൗ ബിശഖ്ഖി തംറ, കാരക്കയുടെ ചീളെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങളുടെ വീട്ടിൽ ഒരു കാരക്കയുള്ളുവെങ്കിൽ ആ കാരക്ക ഞാനും കുട്ടികളും തിന്നട്ടെ എന്ന് വിചാരിക്കരുത്. പകുതി നിങ്ങൾ തിന്നിട്ട് പകുതി സ്വതക്ക കൊടുക്കണം. അത്രമേൽ ദാനധർമ്മം പ്രോത്സാഹിപ്പിച്ച മതമാണ് നമ്മുടേത്. ബഖീലാവരുത്, ജബാൻ ഭീരുവാവരുത്, ഖവാദ് ഭീരുവാവരുത്, ആൻഡ് ലയർ നുണ പറയുന്ന ആളുമാവരുത്. ഇത് 3ഉം ഒരു വ്യക്തിത്വത്തിന് അനിവാര്യമാണെന്ന് 12,000 ആളുകളുടെ മുമ്പിൽ വെച്ച് ഹുനൈനിൻ്റെ യുദ്ധഭൂമിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലിരിക്കുകയാണ്. മസ്ജിദിലിരിക്കുമ്പോൾ പുതപ്പ് ധരിച്ച ആളുകൾ വരുന്നു. ഖദിജ്താബു അന്നിമാർ. ഹദീസിൽ അങ്ങനെയാണ്. അവർ വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കറുപ്പ് നിറം കാണുന്നു. മുദർ ഗോത്രക്കാർ, ഒരു സംഘം ആളുകൾ, മുദരികൾ നജ്ദിൽ നിന്ന് വരികയാണ്. നജ്ദ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ റിയാദിൻ്റെ പരിസരങ്ങൾ, അവിടെ നിന്ന് വരുന്ന മുദർ ഗോത്രക്കാരാണ്. ഖദിജ്താബുൻ നിമാർ. ഇജ്താബൻ നിമാർ, ആ വാക്കിനർത്ഥം അറിയുമായിരിക്കും. ഒരു തുണി ഷർട്ടായിട്ട് കുപ്പായമായിട്ട് തുന്നിപ്പിടിപ്പിക്കാൻ വകയില്ലാത്ത ആളുകൾ ഒരു കാലി തുണിപ്പീസ് എടുത്തിട്ട് തലയുടെ ഭാഗം ഒരു ഓട്ടയുണ്ടാക്കിയിട്ട് അതങ്ങ് തലയുടെ ഇട്ടിട്ട് അങ്ങോട്ട് ധരിക്കുക. ഒരു കാറ്റടിച്ചാൽ ഔറത്ത് കാണും. കൈയില്ല, അതിന് ട്രൗസറിൻ്റെ ഭാഗങ്ങളില്ല. ഒരു സാധാ തുണി, ഒരു കഴുത്തു മാത്രം ഓപ്പൺ ചെയ്ത് തലയിലേക്ക് ഇറക്കിയിട്ട് ഒരു നടത്തം. അതാണ് ഇജ്താബുൻ നിമാർ. അത്രയും പാവപ്പെട്ട മിസ്കീന്മാരായ ആളുകൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് വരുന്നു. അവർ മുദർ ഗോത്രക്കാരാണ്. അവർ നജ്ദിൽ നിന്ന് വരികയാണ്. തങ്ങളുടെ മനസ്സ് വല്ലാണ്ട് അലിഞ്ഞുപോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് ചെന്നു. എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ? നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും ആ ഹബീബിൻ്റെ വീട്ടിലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിലേക്ക് വന്നു ളുഹർ നിസ്കരിക്കാൻ. സ്വഹാബികളിൽ ഒരുപാട് ആളുകൾ ഹബീബിനെ കാത്ത് പള്ളിയിലുണ്ട്. ളുഹർ നിസ്കാരം കഴിയുന്നു. ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم صعد المنبر. മിമ്പറിൽ കയറുകയാണ്. ഒരു അധ്യാപകൻ്റെ അധ്യാപനം ആരംഭിക്കുകയാണ് ഇവിടെ. فحمد الله تعالى وأثنى عليه ثم قال أما بعد. ജനങ്ങളെ,
ഇന്നല്ലാഹ അൻസല ഫീ കിതാബിഹി, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. നമ്മൾ മനുഷ്യരല്ലേ, നമ്മളൊരു ഉമ്മയുടെ ഉപ്പയുടെ മക്കളല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ഖദിജ്താബുന്നിമാർ, ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ ഒരു തുണിക്കഷ്ണത്തിന് ദ്വാരമുണ്ടാക്കി തലയിലൂടെ ധരിച്ചു വന്ന ഈ മുതരികളായ പാവങ്ങളെ കാണുമ്പോൾ അവരോട് സഹതാപം നിങ്ങൾക്ക് തോന്നുന്നില്ലയോ? തസദ്ദഖൂ ഖബ്ല അല്ലാ തസദ്ദഖൂ, നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സമയമുണ്ട്, അതിന് മുമ്പ് ഇപ്പോഴേ ദാനം ചെയ്തോളൂ. തസദ്ദഖൂ ഖബ്ല അൻ യുഹാല ബൈനകും വബൈന സ്വദഖ, നിങ്ങൾക്ക് സ്വദഖ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സമയത്തിൻ്റെ മുമ്പ് നിങ്ങൾ സ്വദഖ ചെയ്തേക്കണമേ. തസദ്ദഖ ഇംറഉം മിൻ ദീനാരി, കഴിയുന്നവർ സ്വർണ്ണ നാണയം കൊണ്ടുവരട്ടെ. വതസദ്ദഖ ഇംറഉൻ മിൻ ദിർഹമിൻ, വെള്ളി നാണയം വരട്ടെ. മിൻ ബുർറത്തിൻ മിൻ ശഈറ, ബാർലി വരണം, ഗോതമ്പ് വേണം. വലാ യഹ്ഖിറന്ന അഹദുകും ശൈഅൻ മിനസ് സ്വദഖ, ആരും ഇവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ, ഒരു ദാനവും ചെയ്യാതെ കയ്യും കെട്ടി നിൽക്കരുത്, എല്ലാവരും കൊണ്ടുവരണം. എന്നിട്ട് പറഞ്ഞ വാക്കാണ് തസദ്ദഖൂ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ പകുതിയുള്ളുവെങ്കിൽ ആ പകുതി ഇവിടെ വരണം. കാരക്ക വീട്ടിലുണ്ട്, ഒരു ഈത്തപ്പഴം, പകുതിയെ നിങ്ങളും കുടുംബവും കഴിക്കാവൂ, മറ്റേ പകുതി ഈ പാവപ്പെട്ട മുതരികൾക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന് ആ സദസ്സിലാണ് ഈ ഹദീസ് പറയുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്ക ചീളെങ്കിലും കൊണ്ടുവരണം. ഒരു സന്ദർഭത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാഠമാക്കി മാറ്റിയെടുക്കുകയാണ്. ഹബീബിൻ്റെ മുമ്പിൽ വന്ന ഒരു സിനാരിയോ, സമൂഹത്തിലെ മഹല്ലുകളിലെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ആളുകളാണ് മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഖാദിമാർ, ഖതീബുമാർ. ഒരു വിഷയം കാണുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക ചെയ്യരുത്. തങ്ങളാണ് ആദ്യം തുടങ്ങുന്നത്, തങ്ങളുടെ വീട്ടിലേക്കാണ് തങ്ങൾ കയറി ചെല്ലുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്ത് തികയാതെ വന്നപ്പോഴാണ് ദുഹർ നിസ്കാരം കഴിഞ്ഞ് സ്വൈദൽ മിമ്പർ, വെള്ളിയാഴ്ച ദിവസമല്ലെങ്കിലും തങ്ങൾ മിമ്പറിൽ കയറി ഖുതുബ ചെയ്യാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റായ വിഷയങ്ങൾക്ക് വേണ്ടി തങ്ങൾ സ്വൈദൽ മിമ്പർ, അത് വെള്ളിയാഴ്ചയാവണം നിർബന്ധമില്ല, വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ. അവിടെ നടത്തിയ ആ ഹബീബിൻ്റെ ആഹ്വാനമാണ് തസദ്ദഖൂ വലൗ ബിശിഖ്ഖി തംറ, പാവപ്പെട്ട ആളുകളോട്, മിസ്കീന്മാരായ ആളുകളോട് സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു അധ്യാപകൻ. അധ്യാപകരെ മാത്രമല്ല, മനുഷ്യരെ മുഴുവൻ പഠിപ്പിച്ചൊരു അധ്യാപകൻ. ഹബീബിൻ്റെ ദുആ, ഇമാം മാലിക് എന്നവർ മുഅത്തയിൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ബിഹാദ ദുആ, ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നുവല്ലോ. اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين وإذا أردت بعبادك فتنة فاقبضني إليك غير مفتون. ഹബീബിൻ്റെ ദുആയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുആ ഇറക്കണമെങ്കിൽ ഒരു നല്ല മനസ്സ് വേണം. എന്താണ് ചോദിച്ചത്? മിസ്കീന്മാരാരെങ്കിലും ഇഷ്ടപ്പെടുമോ? 5 കാശില്ലാത്തൊരു മനുഷ്യനെ ആരെങ്കിലും ഫ്രണ്ടായി കൊണ്ടു നടക്കുമോ? വിളിച്ചാൽ ഫോൺ വരെ നമ്മൾ എടുക്കൂല അല്ലേ? ആരെങ്കിലും ഫ്രണ്ടായിട്ട് അഭിമാനം പറയോ? ഒരു വകുപ്പില്ലാതെ നടക്കുന്ന ആളുകളെ ഉസ്താദന്മാർക്ക് പറ്റുമോ? പിന്നെയുണ്ട് സാധാരണക്കാർക്ക് ഇല്ല. തങ്ങൾ പറയാ ഹുബ്ബൽ മസാക്കീൻ, മിസ്കീന്മാരെ സ്നേഹിക്കാൻ മനുഷ്യനെ കൊണ്ട് പ്രകൃതിയാ കഴിയില്ല. അള്ളാഹുവേ നീ എന്നെ സഹായിക്കണം മിസ്കീന്മാരെ സ്നേഹിക്കാൻ. മിസ്കീന്മാരെ സഹായിക്കാൻ എന്നല്ല, സഹായം പിന്നെയാണ്, അവരോട് സ്നേഹം തോന്നി സഹായിക്കണം. എന്തേ? ഏതൊരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ കണ്ടു, ക്യാൻസർ പിടിച്ച് കിടക്കുന്ന രോഗിയെ കണ്ടു, നമ്മൾ പോയി സഹായിക്കും, നമ്മളവർക്ക് ദാനം ചെയ്യും. എന്താണ് ആ ദാനം? ആ രോഗിയുടെ അവസ്ഥ കണ്ട് മനസ്സ് വേദനിച്ചപ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടാൻ നമ്മൾ കൊടുക്കുന്ന ദാനം അതാണ്. എന്നാൽ പിന്നെ ഒരു റിലീഫ് ചെയ്യുക അല്ലേ, എന്നാൽ പിന്നെ ഒരു ഫണ്ട് സംഘടിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാം. എന്തുകൊണ്ട്? കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിന് വേദന വന്നു. ആ വേദനയെ ശമിപ്പിക്കാൻ നിങ്ങൾ ചെയ്ത പണിയാണത്. നേരെ മറിച്ച് നിങ്ങളുടെ മക്കൾക്ക്, ഉമ്മാക്ക്, വാപ്പാക്ക് നിങ്ങൾ കൊടുക്കുന്ന പൈസ വേദനിച്ചിട്ടാണോ കൊടുക്കുന്നത്? അല്ല,
സ്നേഹത്തോടെയാണ്. ഉമ്മാക്ക് ഉംറക്ക് പോകാൻ ആഗ്രഹമുണ്ട്, ഉമ്മ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം, ഉമ്മാക്ക് എൻ്റെ പൈസ കൊണ്ട് തന്നെ ഉമ്മയെ ഞാൻ കൊണ്ടുപോകും. ഉമ്മയുടെ ആഗ്രഹം സ്നേഹത്തോടെയാണ് നമ്മൾ നിർവഹിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒരു മിസ്കീനിൻ്റെ ആഗ്രഹം സ്നേഹത്തോടെ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ മിസ്കീന്മാരോട് സ്നേഹം വേണം, അല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കും, നമ്മുടെ വേദന നമ്മൾക്ക് ആത്മശാന്തിക്കാണ് കൊടുക്കുന്നത്. അള്ളാഹു കൂലി തരും നീയത്തിനനുസരിച്ച്. പക്ഷേ വ്യത്യാസമുണ്ട്. തങ്ങൾ ചോദിച്ചു, ഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരെ സഹായിക്കാൻ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ. അതാണ് മുഅല്ലിമുൽ ഖൈർ, ലോകത്ത് നന്മ പഠിപ്പിക്കാൻ വന്ന അധ്യാപകൻ. മുഅല്ലിമുൽ മുഅല്ലിമീൻ, അധ്യാപകന്മാരുടെ അധ്യാപകനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാൻ എന്നെ സഹായിക്കണമേ. വതർക്കൽ മുൻകറാത്ത്, തിന്മകൾ ചെയ്യാതെ വിട്ടു നിൽക്കാനും സഹായിക്കണമേ. വഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരെ അവരെ സ്നേഹിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ. മിസ്കീമാ ഇന്നമാ തുൻസറൂന ബിദുഅഫായിക്കും, നിങ്ങളിലെ പാവപ്പെട്ട ആളുകൾ കാരണമാണ് അള്ളാഹു നിങ്ങൾക്ക് വിജയം തരുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സ്വഹാബി വന്നു. ബിസുറത്തിൻ ഫീ കഫ്ഫിഹി, ഒരു കിഴി പൈസയുമായി ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. അത് കണ്ടപ്പോൾ ഹബീബായ നബി തങ്ങളുടെ മുഖം വല്ലാണ്ട് സന്തോഷിച്ച് തിളങ്ങുകയാണ്. യുഅറഫു സുറൂറു ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്ത് സന്തോഷം കാണപ്പെട്ടു. അന്നേരം ഹബീബ് പറഞ്ഞ വാക്കാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ ഫഅമില ബിഹാ, അതനുസരിച്ച് അമല് ചെയ്യുകയും ചെയ്താൽ കാന ലഹു അജ്റുഹാ വമിസ്ലു അജ്രി മൻ അമില ബിഹാ ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈ. അത് ആരൊക്കെ കണ്ട് പഠിച്ചു ചെയ്തുവോ അവരുടെ കൂലിയും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവരുടെയും നിങ്ങളുടെയും കൂലിയിൽ ആർക്കും കുറവ് വരുന്നുമില്ല. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, അൻസ്വാരി നിങ്ങൾ കൊണ്ടുവന്ന ഈ മാതൃക ഇത് കണ്ട് ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് കൂലിയുണ്ട്. അപ്പോൾ കുറച്ചാളുകൾ ദീനാറ് കൊണ്ടുവന്നു. സ്വഹാബികൾ വീട്ടിലേക്ക് ഓടിയവർ ഓടിയിട്ട് ദീനാറും ദിർഹമും, ചിലർ വസ്ത്രം കൊണ്ടുവന്നു, ചിലർ ഈത്തപ്പഴം കൊണ്ടുവന്നു, ചിലർ അല്പം ഗോതമ്പിൻ്റെ ഒരു കൈ നിറയെ ഗോതമ്പ് മണികൾ എല്ലാം കൊണ്ടുവന്നപ്പോൾ മുദരികൾക്ക് നബി തങ്ങൾ ഓഹരി വെക്കുകയാണ്. ഖൂമാനി മിൻ തുആമിൻ വലിബാസ്, രണ്ട് കൂനകളായി മാറിയുന്ന, ഒരു ഭാഗം മുഴുവൻ വസ്ത്രം, ഒരു ഭാഗം ഭക്ഷണം. തങ്ങൾ പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ. ആ പാവപ്പെട്ടവർ സഹായം ചോദിക്കാൻ വന്നതായിരുന്നില്ല, ആ പാവപ്പെട്ടവർ പിരിവിന് വന്നതല്ല അവിടെ. പക്ഷേ തങ്ങൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഇടപെട്ടു. അതാണ് മുഅല്ലിമുൽ ഖൈർ, മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഉമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്ന നബിയാണിത്. സൂറത്ത് തൗബയുടെ അവസാന ഭാഗം തന്നെ എത്ര മനോഹരമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്തു വന്ന മുഹാജിറായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് വന്നപ്പോൾ മഹാനവറുകൾക്ക് ഇഷ്ടം കച്ചവടമായിരുന്നു. കച്ചവടം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു കച്ചവടത്തെ സംബന്ധിച്ച്. അള്ളാഹു നമ്മുടെ കച്ചവടക്കാർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ, ജോലി ചെയ്യുന്നവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ മദീനയുടെ അങ്ങാടിയിലേക്ക് ചെന്നു. അങ്ങാടിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒരു അവധിക്ക് വാങ്ങിച്ചു. ഈ കാശ് ഞാൻ മറ്റന്നാൾ തരാം. ആ വാങ്ങിച്ച സാധനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ലാഭത്തിന് മറ്റൊരാൾക്ക് അന്ന് വിറ്റു. അപ്പോൾ മൂലധനം കയ്യിൽ കിട്ടി, ലാഭവും കിട്ടി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ പെട്ടെന്ന് കച്ചവടത്തിൽ മുന്നോട്ട് പോകുക. 1000 ഒട്ടകപ്പുറത്ത് സുബ്ഹാന ജല്ല ജലാലു. 1000 ഒട്ടകമൊക്കെ നിന്നാൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് എത്തൂലേ? 1000 ഒട്ടകത്തൊക്കെ റൂട്ടിൽ നിർത്തിയാൽ സുബ്ഹാനല്ലാഹ്. 1000 ഒട്ടകപ്പുറത്ത് കച്ചവട സാധനങ്ങളുമായി വന്ന് ഹബീബിൻ്റെ ഖുതുബക്ക് ചെറിയൊരു പ്രയാസം സംഭവിച്ചപ്പോൾ ഇദാ റഔ തിജാറതൻ
ഔ ലഹ്വൻ ഫളൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. നബിയേ, ഈ 1000 ഒട്ടകപ്പുറത്തുള്ള സാധനവും സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്. ഇതൊക്കെ പറയണമെങ്കിൽ എത്ര ഈമാൻ വേണം മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോൾ ഉംറ കഴിഞ്ഞ് വരുമ്പോഴോ ഗൾഫിൽ നിന്ന് വരുമ്പോഴോ ആ പെട്ടിയിലെ സാധനം ഇറക്കി കൊടുക്കും. നമ്മൾ വരി കൊണ്ടേ പൊളിച്ചു വെക്കുക എന്നല്ലാണ്ട് 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനവും എനിക്ക് വേണ്ട, സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സംഭവം അതല്ല, കച്ചവടം ചെയ്ത് കാശ് വന്നു. ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി അഥറു റിദ്ഇൻ വസഅഫറാൻ, സഅഫറാനിൻ്റെയും അതുപോലെ തന്നെ പുതിയാപ്പിളമാർ ഉപയോഗിക്കുന്ന, പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധമാണ് റിദ്അ. അതിൻ്റെ അടയാളം ദേഹത്ത് കാണുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, മിഹീം, അതൊരു കൊളോക്കിയൽ ഭാഷയാണ്, മിഹീം മൽ ഖബർ, എന്താ വർത്താനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ? തങ്ങളെ കല്യാണം കഴിച്ചു, ഞാൻ കല്യാണം കഴിച്ചു. തസവ്വജ്തു ഇംറഅതൻ മിനൽ അൻസാർ, ഒരു മുഹാജിർ ഒരു അൻസാരി പെണ്ണെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മഹർ കൊടുക്കണം. അപ്പം തങ്ങൾ ചോദിച്ചു, എന്ത് മഹർ അങ്ങൾ കൊടുത്തത്? വസ്നു നവാസിൻ മിൻ ദഹബ്, ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിനോളം സ്വർണം മഹറായിട്ട് ഞാൻ കല്യാണം കഴിച്ചു നബിയെ. അപ്പോൾ ഒരു സ്വഹാബിയുടെ ഒരു സന്തോഷം പറയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സന്തോഷ മുഹൂർത്തം. എന്താ പ്രശ്നമുണ്ടോ? അല്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ സന്തോഷത്തിലേക്ക് കൂടുകയാണ് കേട്ടോ. തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഔലിം വലൗ ബിശാത്ത്, എന്നാ പിന്നെ ഒരു ആടിനറുത്തിട്ട് വലീമ കൊടുക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, നമുക്കതൊന്ന് സന്തോഷമായിട്ട് ഒന്ന് ആഘോഷിക്കണ്ടേ? നിങ്ങൾ മിണ്ടാണ്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു വരിക, ഒരു ആഘോഷം വെക്കിൻ. ഔലിം വലൗ ബിശാ, സ്വന്തം അനുയായികളുടെ സന്തോഷത്തിൽ കൂടെ നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, അവരുടെയൊക്കെ സന്തോഷങ്ങളിൽ കൂടെ നിന്ന് സന്തോഷം പങ്കുവെക്കുന്ന ഒരു അധ്യാപകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അമുസ്ലിമീങ്ങളായ ആളുകളോട് പോലും അവിടെ നിന്നുള്ള പെരുമാറ്റം അങ്ങനെയായിരുന്നുവല്ലോ. ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ തനതായ സ്വഭാവം എന്തെന്ന്, അതിൻ്റെ ഒറിജിനൽ റിസോഴ്സുകളെ പരിശോധിക്കാതെ വല്ലവരും എഴുതിക്കൊണ്ടിരിക്കുന്നതും വായിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഈ മുഅല്ലിമുൽ ഖൈറിനെ ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ, മുഅല്ലിമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുത്തുനബി തങ്ങൾ വീട്ടിലിരിക്കുകയോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ച് നടക്കുകയോ 2 റിവായത്തുകളുണ്ട്. അപ്പോഴല്ലേ ഒരു കൂട്ടം ജൂതന്മാർ ഉറക്കെ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അപ്പോൾ കേട്ടാൽ സലാമു അലൈക്കും എന്നാ പറയുന്നത് തോന്നിപ്പോകുന്നു. ഒരു പറയുന്നത് അസ്സാമു, സാം എന്ന് പറഞ്ഞാൽ അൽ ഹലാക്കു വദ്ദമാറു വൽ മൗതു, മരണം, നാശം, തകർച്ച എന്നൊക്കെയാണ് സാം എന്ന വാക്കിൻ്റെ അർത്ഥം. യാ സലാം. തങ്ങൾ പറഞ്ഞു വഅലൈക്കും, നിങ്ങൾക്കും എന്ന് പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങ് ദേഷ്യം വന്നില്ലേ? വഅലൈക്കുമുൽ ലഅന വഗളിബല്ലാഹു അലൈക്കും വഅദല്ലക്കുമുല്ലാഹ്. ആയിഷ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ബീവി, നിങ്ങൾ അല്ലാഹു നശിപ്പിക്കട്ടെ, നിങ്ങൾക്ക് നാണക്കേട് വരട്ടെ, നിങ്ങൾക്ക് നാശം വരട്ടെ. മഹ്ലൻ യാ ആയിഷ അലൈകി ബിർരിഫ്ഖ്. ആയിഷ, നിങ്ങൾ സൗമ്യമായി പെരുമാറണമേ, സൗമ്യമായി പെരുമാറണമേ. ഹബീബിൻ്റെ മുന്നിലിരിക്കുന്ന ഒരാളെ, ക്ഷുബ്ധമാകുന്ന ഒരാളെ അവിടുത്തെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. കീപ് അണ്ടർ യുവർ കൺട്രോൾ. ആയിഷ, ചൂടാവല്ലിൻ, അലൈകി ബിർരിഫ്ഖ്, റിഫ്ഖ് വേണം. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അമാ സമിഅത മാ ഖാലൂ, അവർ പറഞ്ഞത് നബി നിങ്ങൾ കേട്ടില്ലേ? ആയിഷ ബീവി വിചാരിച്ചു തങ്ങൾ അസ്സലാമു എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും തങ്ങൾ ഇങ്ങനെ വളരെ
ഒന്നും പറയേണ്ടിയിരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളോട് നബിയേ അമാ സമിഅത മാ ഖാലൂ, അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലയോ നബിയേ? തങ്ങളുടെ മറുപടി ഇങ്ങോട്ട്, അമാ സമിഅതി മാ ഖുൽതു ലകി, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ആയിഷ ബീവി? പിന്നെ മിണ്ടിയില്ലെന്ന ആയിഷ റളിയല്ലാഹു. തങ്ങൾ പറഞ്ഞു റദത്തു അലൈഹിം ഫയുസ്തജാബു ലീ ഫീഹിം വലാ യുസ്തജാബു ലഹും ഫിയ, അവരെന്നോട് പറഞ്ഞതിന് അള്ളാഹു ഉത്തരം കൊടുക്കാതിരിക്കുകയും ഞാൻ അവരോട് വഅലൈക്കും എന്ന് പറഞ്ഞതിന് അള്ളാഹു ഉത്തരം കൊടുക്കുകയും ചെയ്യുമല്ലോ. അതുപോരെ ആയിഷ, പിന്നെ എന്തിനാ നിങ്ങൾ ചീത്ത വിളിക്കുന്നത്? അപ്പം ഞാൻ സിന്ദാബാദ് വിളിക്കുകയാണെങ്കിൽ പോലും മാന്യമായ വിളികളെ വിളിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലായി. നമ്മുടെ ഹബീബ് അങ്ങനെയാണ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം വരുമ്പോൾ പലതും വിളിച്ചു പോകുകയെ, പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ മാന്യ ആരായി പറഞ്ഞ ജൂതൻ, മുനാഫിക്കങ്ങൾ പോലും അല്ല, ജൂതന്മാർ. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ, വിശുദ്ധ ഖുർആൻ പറയാ. അവരോട് പോലും മുഅല്ലിമുൽ ഖൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റം ഇതാണ്. മുത്തുനബി തങ്ങളുടെ അയൽവാസിയായിരുന്ന ഒരു ജൂതൻ രോഗിയായി കിടന്നപ്പോഴാണ് മുത്തുനബി തങ്ങൾ അവരെ കാണാൻ ചെല്ലുന്നത്. ജൂതൻ അയൽവാസി ഉണ്ടായിരുന്ന ഹബീബിന് രോഗിയാണ്, തങ്ങളവിടെ കാണാൻ ചെന്നു. സ്വഹീഹായ ഹദീത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്ന നേരം ലോകത്തോട് വിട പറയല്ലേ, അവസാനത്തൊരു ചാൻസാണ്, ഒന്ന് കലിമ ചൊല്ലി മരിച്ചോട്ടെ. യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും മോനെ. അപ്പോൾ മോങ്ങ വാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കിയതാണ്. കാരണം ജൂതന്മാർക്കറിയാമായിരുന്നു ഇസ്ലാം സത്യമാണെന്ന്. അഹങ്കാരം കൊണ്ട് മുസ്ലിം ആവാതിരിക്കുകയാണല്ലോ. അപ്പോൾ വാപ്പ എന്ത് വിചാരിക്കുന്നു? മോൻ ഇങ്ങനെ വാപ്പയുടെ മുഖത്ത് മരിക്കാൻ കിടക്കുന്ന, സക്രാത്തിൽ കിടക്കുന്ന ഒരു മോൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ആലോചിച്ച് നോക്കിൻ. ഇങ്ങനെ വാപ്പയുടെ മുഖത്ത്. അപ്പോൾ വാപ്പ പറഞ്ഞു അത്യുഅ അബുൽ ഖാസിം, അബുൽ ഖാസിം മുഹമ്മദ് റസൂലുള്ളാഹി എന്താണോ പറയുന്നത് അത് ചെയ്തോ മോനെ. ഇനി ഒന്നും എനിക്ക് പറയാനില്ല. നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി അയൽവാസിയാണ്, അബുൽ ഖാസിം എന്ത് പറയുന്നു അത് ചെയ്തേക്ക് മോനെ. അപ്പോൾ ആ മോൻ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി മുസ്ലിമായി തങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പുറത്തങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നാകെ ബഹളം കേൾക്കുന്നു. ഈ കുട്ടി മരിച്ചിട്ടുണ്ട്, ചെറുപ്പക്കാരൻ. തങ്ങൾ ആ നേരത്തെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അൽഹംദുലില്ലാ. എന്തിനായി അൽഹംദുലില്ലാ എന്ന് പറയുന്നതറിയോ? എന്താണ് ഈ അൽഹംദുലില്ലാ? ഈ ചെറുപ്പക്കാരൻ മുസ്ലിമായിട്ടാണ് ഇപ്പോൾ മരിക്കുന്നത്. ഈ മുസ്ലിമിന് കഫം വാങ്ങണം, അതിന് പൈസ വേണം, മുസ്ലിമുകൾ ഉണ്ടാക്കണം. ഈ ചെറുപ്പക്കാരന് ജനാസ എടുക്കണം, ഖബർ കുഴിക്കണം, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം, മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയാണ്. എന്നിട്ട് പോലും തങ്ങൾ അൽഹംദുലില്ലാഹില്ലദീ ഹദാഹു ബി വനജ്ജാഹു മിനന്നാർ, ഞാൻ കാരണം അല്ലാഹു ഇവന് സന്മാർഗം നൽകുകയും നരകത്തിൽ നിന്ന് മോചനവും അല്ലാഹു നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. പൈസ അല്ലാണ്ട് ജീവിക്കുന്ന സമയമാണ്. ഒരു മെമ്പർ ഏറെ വരുമ്പോൾ ചെലവിലേക്കായി വരുന്നത്. എന്നാലും അൽഹംദുലില്ലാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും നിർബന്ധിച്ചില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗൈ. ഇസ്ലാം മനോഹരമാണെന്ന് ആർക്കാ തിരിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. فإنه لا يسمع بي يهودي ولا نصراني ثم لا يؤمن بي إلا دخل النار قال رسول الله صلى الله عليه وسلم. അത് അറബി പഠിച്ചിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിക്കോട്ടെ. لا يسمع بي يهودي ولا نصراني ثم لا يؤمن بي. ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ എന്നെപ്പറ്റി കേൾക്കുകയും എന്നിട്ട് പഠിക്കുകയും ചെയ്ത് എന്നെ വിശ്വസിക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ അന്ത്യം സ്വർഗത്തിൻ്റെ വഴിയിലേക്കല്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ മക്കയിൽ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് ഒരു നെഗോസിയേഷന് കടന്നു വരികയാണ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത്. വലീദ് ബിൻ ഉഖബയുടെ വാപ്പ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത്. അദ്ദേഹം ഖുറൈശികൾ തീരുമാനിച്ചു ആര് നബിയോട് സംസാരിക്കണം. തങ്ങളുടെ ഈ സംഭാഷണത്തിൻ്റെ ഒരു മര്യാദ നോക്കൂ, പെരുമാറ്റത്തിൻ്റെ. ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മുഹമ്മദ് നബിയെ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വേറിട്ട ഒരു വിശ്വാസവുമായി വന്നു.
വാപ്പ മുസ്ലിം, മകൻ മുസ്ലിം അല്ല, മകൻ മുസ്ലിം, വാപ്പ മുസ്ലിം അല്ല, ഭാര്യ മുസ്ലിം, ഭർത്താവ് മുസ്ലിം അല്ല, കുടുംബങ്ങളിൽ ഛിദ്രതയുണ്ടായി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ ഒരു 4 കാര്യം ഞാൻ മുന്നോട്ട് വെച്ചോട്ടെ. തങ്ങൾ പറഞ്ഞു, ഖുൽ അസ്മഅ, ഉഖബ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഈ ഒരു ഒറ്റ മറുപടി നോക്കൂ. ഈ സംഭവത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരികയാണ്. ഖുൽ അസ്മഅ, ഒരു ശത്രുവിന് പറയാനുള്ളത് പറയാൻ അനുവദിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അപ്പം നമുക്കൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ മഹല്ല് കമ്മിറ്റി കൂടും, മദ്രസ കമ്മിറ്റി കൂടും, സംഘടനയുടെ ചർച്ചകൾ ടേബിളിൽ നടക്കുമ്പോൾ ഒരാൾ വർത്തമാനം പറയുമ്പോൾ വേറെ ഒരാൾ അടുത്ത ആളോട് കുശലം പോലും പറയാൻ പാടില്ലെന്നാണ് സാമാന്യ മര്യാദ. നമ്മൾ എന്താ ചെയ്യുക? അയാൾ പറഞ്ഞ് തീരുന്ന മുമ്പ് ക്രോസ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മറുപടി. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ആ മൂലക്കെന്ന് ഇങ്ങോട്ട്, അപ്പോൾ ഇവിടുന്ന് 2 ആൾ ഒറ്റയ്ക്കൊരു വർത്തമാനം, അവിടെ നിന്ന് 2 ആൾ അവിടെ 2 ചിരി. അദബുൽ ഹിവാർ, സംഭാഷണത്തിൻ്റെ ഒരു മര്യാദയുണ്ട്. ലിസൺ ടു ദ പേഴ്സൺ സ്പീക്കിംഗ്, ഇതൊരു നോർമൽ മര്യാദയാണ്. ഒരു മനുഷ്യൻ വർത്തമാനം പറയാൻ, അത് ബോറടിപ്പിക്കാതെ പറയണം, അത് വേറെ വിഷയം. ഒരാൾ പറയുകയാണെങ്കിൽ അയാളെ ശ്രദ്ധിക്കണമെന്നാണ്, ബാക്കിയുള്ളവർ മിണ്ടാണ്ടിരിക്കുക, എന്നിട്ട് അതിന് മറുപടി പറയാം. തങ്ങൾ ഒരു ശത്രുവാണ് തങ്ങളോട് സംസാരിക്കുന്നത്, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്. അറിയില്ലേ അദ്ദേഹത്തിൻ്റെ ദ്രോഹങ്ങൾ എത്രയായിരുന്നു? ഖുൽ അസ്മഅ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ആദ്യമായി പറയുന്നു, സമ്പത്ത് നിങ്ങൾക്ക് വേണോ മുഹമ്മദ് നബിയെ? സമ്പത്ത് തരാം. വേണോ? ഇല്ല, എനിക്ക് വേണ്ട. 2, അധികാരം വേണോ? മക്കയുടെ അധികാരിയാക്കാം. വേണോ? വേണ്ട. സുന്ദരിയായൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു തരാൻ വേണോ? വേണ്ട. പിന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 40 വയസ്സു കഴിഞ്ഞ ഖുറൈശിയായ ഹാഷിമിയായ പക്വതയുള്ളൊരു മനുഷ്യനോട് പറയാൻ പറ്റാത്തൊരു വാക്കാണ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത് പിന്നെ നബിയോട് പറയുന്നത്. മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഭ്രാന്താണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കാം. ഇതൊരു വലിയ ഇൻസൾട്ട് ചെയ്യുന്ന വർത്തമാനമാണ്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അത് ഖുറൈശിയായ ഹസബും നസബും തറവാടുമുള്ള അഷ്റഫുൽ ഖൽഖ് തങ്ങൾ 40 കഴിഞ്ഞ് 50നോടടുക്കുന്ന പ്രായമാണ്. അങ്ങനത്തെ ഒരാളോട് നിങ്ങൾക്ക് ഭ്രാന്താണെങ്കിൽ ഞങ്ങൾ ചികിത്സിക്കാം. വമാദിനെ പോലെയുള്ള അറബികളിൽ ഡോക്ടർമാരുള്ള കാലമാണ്, ഞങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കാം. തങ്ങൾ പറഞ്ഞില്ല. അപ്പം 4 ഓപ്ഷൻ കഴിഞ്ഞ് തങ്ങൾ അതിന് വഴങ്ങാൻ തയ്യാറല്ല. എന്നിട്ട് തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അഫറഗത, കഴിഞ്ഞോ? ഇനി പറയുന്ന വാക്ക് നോക്കണം. നബി വിളിക്കുന്ന വാക്ക്, ഒരാളെ കുഞ്ഞത്ത് വിളിക്കലാണ് അറബിയിൽ സ്നേഹത്തിൻ്റെ പ്രയോഗമെന്നാണ്. അബൂലഹബിൻ്റെ വിഷയത്തിൽ ഒഴികെ ലഹബും ദാത്തു ലഹബും യോജിച്ചു വരാൻ വേണ്ടി അള്ളാഹു തബ്ബത്തി യദാ അബി ലഹബിൻ എന്ന് പറഞ്ഞു. അവൻ്റെ കുഞ്ഞത്ത് അവിടെ മദമ്മത്തിന് വേണ്ടി ഉപയോഗിച്ച സ്ഥാനമാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ കുഞ്ഞത്ത വിളിക്കുക, അബൂ ഫുലാൻ. അഫറഗ്ത യാ അബാ വലീദ്, വലീദിൻ്റെ ഉപ്പ, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? അഫറഗ്ത യാ അബാ വലീദ്. എന്തൊരു മാന്യതയാണ് റബ്ബേ! ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ച ആളോട് അഫറഗ്ത യാ ഉത്ബ എന്ന് ചോദിച്ചാൽ മതി, അതിൽ ബഹുമാനക്കുറവുണ്ട്. അഫറഗ്ത യാ അബാ വലീദ്, വലീദിൻ്റെ ഉപ്പ കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാം. അദബുൽ ഹിവാർ, ഒരു വർത്തമാനത്തിൻ്റെ മര്യാദ, അധ്യാപനത്തിൻ്റെ മര്യാദ, ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മര്യാദ, ഉസ്ലൂബുകളാണ് ഹബീബിൻ്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളായിരിക്കാം ഇത്. അഫറഗ്ത യാ അബാ വലീദ്, ഞാൻ കഴിഞ്ഞു. അപ്പോൾ അയാൾ ഇരിക്കുകയാണ്. അദ്ദേഹം കൈ ഇങ്ങനെ ബാക്കിൽ കുത്തിയിട്ടായിരുന്നത് എന്നാ. കൈ ഇങ്ങനെ നമ്മളൊക്കെ സൊഫിലൊക്കെ ഇരിക്കുമ്പോൾ ചാരാൻ കിട്ടിയില്ലെങ്കിൽ കൈ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കൂലേ, ആ ഒരു ഇരുത്തം വരുന്നു. തങ്ങൾ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൻസീലും ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. നേരത്തെ ഞാൻ ഈ പറയുന്നത് എൻ്റെ വാക്കല്ല ഉഖബ, അള്ളാൻ്റെ കലാമാണ്. തങ്ങൾ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون
بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. ഇത് കാരുണ്യവാനായ അല്ലാഹു ഇറക്കിത്തന്ന അല്ലാഹുവിൻ്റെ അസലിയായ കലാമാണിത്. ഇത് പഠിക്കുകയും വിദ്യാഭ്യാസമുള്ള ആളുകളോട് അറബ് ഭാഷയുടെ ഇജാസുമായി അള്ളാഹു സമർപ്പിച്ച ഗ്രന്ഥമാണിത്. ബഷീറൻ വനദീറാ, ഈ ഖുർആൻ ധർമ്മം ചെയ്യുന്നവർക്ക്, ധർമ്മം പുലർത്തുന്നവർക്ക് സന്തോഷവാർത്തയാണ്. വനദീറാ, അനീതിയും അധർമ്മവും പ്രചരിപ്പിക്കുന്നവർക്ക് താക്കീതാണ്. ഫഅറള അക്തറുഹും ഫഹും ലാ യസ്മഊൻ. ഒരുപാട് ആളുകൾ ഈ ഖുർആൻ കേൾക്കാതെ പിന്തിരിഞ്ഞ് നടക്കുകയാണ്. നബി അങ്ങ് ഓതിയിട്ട് ഫഇൻ അറദൂ ഫഖുൽ അൻദർതുകും സാഇഖതൻ മിത്ല സാഇഖതി ആദി വസമൂദ്. ഫുസ്സിലത്തിലെ 12ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉത്ബ എഴുന്നേറ്റ് ഹബീബായ നബി തങ്ങളുടെ വായക്ക് പൊത്തിപ്പിടിച്ചു എന്നാ. നീ പറയരുത്, കഫാ കഫാ, മതി മതി മതി, നീ പറയല്ലേ. ഫഇൻ അഅറദു, അവരെ പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ ഫഖുൽ, പറയൂ നബിയെ, അൻദർതുകും, നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകുകയാണ്. സാഇഖതൻ മിത്ല സാഇഖതി ആദിൻ വസമൂദ്, നിങ്ങൾക്ക് മുമ്പ് ആദ് സമുദായം റുബുഉൽ ഖാലിയിൽ എംടി ക്വാർട്ടറിലും ഇറമിലും നശിപ്പിക്കപ്പെട്ട പോലെ, സമൂദിനെ നശിപ്പിച്ച പോലെ പെട്രയിലോ മദായിനോ സാലിഹിലോ അവർക്കിറങ്ങിയ ഭീകരമായ ഇടിനാദം കൊണ്ട് അള്ളാഹു നിങ്ങളെ പിടികൂടുമെന്ന് താക്കീത് ചെയ്തു നബിയെ. ഇയാൾക്ക് കണ്ട് പേടിയായി. എന്താണ് ഈ പറയുന്നത്? അറബ് ഭാഷയാണിത്, മനോഹരമായ ഖുർആനിൻ്റെ ഭാഷ. ഉഖബ അവിടുന്ന് എഴുന്നേറ്റ് ഹബീബായ നബി തങ്ങളോട് അള്ളാഹനെ വിചാരിച്ച്, നമ്മുടെ കുടുംബ ബന്ധം വിചാരിച്ച്, ഇനി എന്ന് ഓതല്ലേ ഓതല്ലേ ഓതല്ലേ, എനിക്ക് മതി എന്ന് പറഞ്ഞ് ഹബീബിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഉഖബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന മക്കക്കാരുടെ എമിസറി, അവരുടെ പ്രതിനിധിയായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വന്ന ആൾ. ഒരു കാഫിറിനോട് ഹബീബിൻ്റെ പെരുമാറ്റം ഇതാണെങ്കിൽ, ഒരവിശ്വാസി മാത്രമല്ല, ശത്രുവായ ഒരാൾ. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ ശത്രുതയോടെ കാണുന്ന ആളുകളുണ്ട്. നമ്മൾ അവരുമായൊരു സംഭാഷണമോ ഒരു വർത്തമാനമോ ഒരു കോൺഫ്രണ്ടേഷൻ അവസരമുണ്ടായാൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുക? നമുക്കവിടെ നമ്മെ നിയന്ത്രിക്കാൻ കഴിയുമോ? ആത്മനിയന്ത്രണം സാധിക്കുമോ? നമ്മൾ വഴിവിട്ട് സംസാരിക്കുമോ? നമ്മൾ അവരോട് എങ്ങനെ സംവദിക്കും? ബുദ്ധിയോടാണ് ഖുർആൻ സംവദിക്കുന്നത്, ബുദ്ധിയോടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിക്കുന്നത്. മുഅല്ലിമുൽ മുഅല്ലിമീൻ, അധ്യാപകരുടെ അധ്യാപകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് മരുഭൂമിയിൽ ആട്ടിടയനായി ജീവിച്ച ഒരാളാണ് മുആവിയത്ത് ഇബ്നുൽ ഹകം റളിയല്ലാഹു അൻഹു. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനുണ്ട്, ഖലീഫയായിരുന്ന മുആവിയ തങ്ങൾ, അവരല്ല. ഇത് മുആവിയത്ത് ഇബ്നുൽ ഹകം. അദ്ദേഹം ഒരു 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 സഹറാവിയാണ്, മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ബദവിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ഹബീബിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ മുഅല്ലിമിനെ കാണിച്ചു തന്ന മുതഅല്ലിമാണ് മുആവിയത്ത് ഇബ്നുൽ ഹകം റളിയല്ലാഹു അൻഹു. ഒരധ്യാപകൻ എങ്ങനെയെന്ന് പറഞ്ഞു തന്ന അന്നത്തെ വിദ്യാർത്ഥിയാണ് മുആവിയത്ത് ഇബ്നുൽ ഹകം റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെയായി നമ്മുടെ മക്കൾക്ക് നമ്മൾ അധ്യാപകരാണ്, നമ്മൾ അധ്യാപികമാരാണ്. സമൂഹത്തോട് നമ്മൾ അധ്യാപകരാണ്, അധ്യാപികമാരാണ്. മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് മുആവിയത്ത് ഇബ്നുൽ ഹകം വന്ന ചരിത്രം നമുക്കറിയാം. ഞാനത് പരത്തി പറയല്ല. ഉതാസ് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം, അത് കേട്ടുകഴിഞ്ഞാൽ ഇർഹമുക്കല്ലാ എന്ന് ചൊല്ലണം. ഇത് പഠിച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് കയറിയത് അദ്ദേഹം. അസർ നിസ്കാരത്തിലാണ്. മുത്തുനബി തങ്ങളും സ്വഹാബികളും നിസ്കരിക്കുന്നു. അപ്പോഴാണ് ഒരാൾ തുമ്മുന്നത്. ഇദ്ദേഹത്തിന് അറിയില്ല, നിസ്കാരത്തിൽ ഇത് പറയാൻ പാടില്ല. ഉറക്കെ പറഞ്ഞു ഇർഹമുക്കല്ലാ. അടുത്തുള്ള ആളുകളെ കണ്ണുകൊണ്ട് ഇങ്ങനെ ചിലരൊക്കെ നോക്കാൻ തുടങ്ങിയതാ. അപ്പം അദ്ദേഹം പടച്ചോനെ, നിങ്ങൾ എന്താ എന്നെങ്ങനെ നോക്കുന്നത്? നിസ്കാരത്തിലായി പറഞ്ഞതേ. അപ്പൊ സ്വഹാബിമാർ തുടകളിൽ അടിച്ചു, മിണ്ടാണ്ടിരിക്ക്, മിണ്ടാണ്ടിരിക്കുന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം മിണ്ടാണ്ടിരുന്നു. എന്തോ ഫൗള് സംഭവിച്ചു എന്നുള്ള നിസ്കാരം. അപ്പൊ തങ്ങൾക്കറിയാം ഇത് സ്തുതിക്കുന്നവരുടെ ശബ്ദമല്ല, ഇത് ഉമർ തങ്ങളുടെ ശബ്ദമല്ല, അസ്ഹാബിനെ തങ്ങൾക്ക് ഇത് ആദ്യമായി കടന്നു വരുന്ന ഒരാളുടെ ശബ്ദമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബ് ചോദിച്ചു, മനിൽ മുതകല്ലിം,
ആരാണ് ആ സംസാരിച്ച ആൾ? നമ്മുടെ ഒരു മുത്തഅല്ലിം ഇങ്ങനെ ചെയ്താൽ നിസ്കാരം കഴിഞ്ഞാൽ വടിയെടുത്ത് 4 അടിയല്ലേ നമ്മൾ കൊടുക്കുക ആദ്യം, എന്നിട്ടല്ലേ കുട്ടിക്ക് മസല പറഞ്ഞു കൊടുക്കുള്ളൂ? നമ്മളൊക്കെ ഒരുപക്ഷേ എത്രയോ കുഞ്ഞു ഹൃദയങ്ങളിൽ ഇസ്ലാമിൻ്റെ വലിയ നന്മ കൊടുക്കാൻ അവസരങ്ങളുണ്ടായിട്ടൊരു പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അള്ളാഹു നമുക്കതിന് മാപ്പ് തരട്ടെ. നമുക്ക് ഓരോരുത്തരുടെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. നമുക്ക് ആലോചിച്ചാൽ സങ്കടം തോന്നിപ്പോകും, റബ്ബേ അവിടെ എൻ്റെ ഉസ്താദ് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ, അന്ന് ഇങ്ങനെയാണ് അവിടെ ചോദിച്ച സംഭാഷണം ഇങ്ങനെയായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മനസ്സൊന്ന് പൊട്ടില്ലായിരുന്നല്ലോ. നമ്മൾ ചിന്തിച്ചു പോവാൻ, മനിൽ മുതകല്ലിം, ആരാണ് ഇവിടെ സംസാരിച്ചത്? അപ്പോൾ ഇദ്ദേഹം ഒരു കാട്ടറബിയല്ലേ, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ, ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വരികയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ഇബ്നുൽ ഹക്കമാണ്, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ അല്ല. തങ്ങൾ ചോദിക്കുന്നു, തങ്ങളോട് തങ്ങൾ ഇദ്ദേഹവുമായി സംഭാഷണം നടത്തുകയാണ്. തങ്ങൾ പറഞ്ഞു കൊടുത്തു, യാ മുആവിയ, മുആവിയ, ഇന്ന ഹാദിഹി സ്വലാ, ഈ നിസ്കാരം, ലാ യസ്ലുഹു ഫീഹാ ശൈഉം മിൻ കലാമിൻ നാസ്, സാധാരണങ്ങൾ വർത്തമാനം പറയുന്ന വർത്തമാനമൊന്നും നിസ്കാരത്തിൽ പാടില്ല. ഇന്നമാ ഹിയ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ, ഇത് മാത്രമേ നിസ്കാരത്തിൽ പറ്റൂ മുആവിയ. അദ്ദേഹം പറയാണ്, ഫവല്ലാഹി ഫബി അബി വ ഉമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു കാന അഹ്സന തഅലീമൻ മിൻഹു വല്ലാഹി മാ കഹറനി. ഖഹറ ഖാഫുണ്ട്, ഇത് ഖാഫാണ്. കഹറ എന്ന് ചീത്ത പറയാം. വല്ലാഹി മാ കഹറനി, കഹറ മുഖം ചുളിക്കുക എന്നാണ്, ചുളിച്ച് മുഖം ദേഷ്യപ്പെട്ട് സംസാരിക്കുക. കഹറ, ഖഹറ അടിച്ചമർത്ത. മാ കഹറനി, എൻ്റെ മുഖത്ത് നോക്കി ചുളിയുകയോ, വലാ ദറബനി, എന്നെ അടിക്കുകയോ, വലാ ശതമനി, എന്നെ ചീത്ത പറയുകയോ ചെയ്തില്ല. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ സംഭവത്തിന് മുമ്പോ ശേഷമോ ഇത്ര നല്ലൊരു അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഒരു അധ്യാപകന് കിട്ടുന്ന വലിയൊരു റെക്കഗ്നിഷനാണ്. മുതഅല്ലിമീങ്ങൾ കൂടിയിട്ട് ഉസ്താദിനൊരു റെക്കഗ്നിഷൻ കൊടുക്കുക, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന് ശിഷ്യന്മാരുടെ വക. അത് പേടിപ്പിക്കണ ഉസ്താദാണെങ്കിൽ ഉസ്താദിൻ്റെ സിമ്പതി കിട്ടാനും ചിലപ്പോൾ ചെയ്തെന്ന് വരും. അങ്ങനെയല്ല, നേർക്കുനേരെ പച്ചയായൊരു മനുഷ്യനായി ജീവിക്കുന്നൊരു മുഅല്ലിമാണ് മുതഅല്ലിമീങ്ങൾ കൊടുക്കുകയാണ്. അതൊരു അംഗീകാരമാണ്. മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു ഖബ്ലഹു വലാ ബഅദഹു ഖൈറൻ മിൻഹു, ഒരു റിവായത്തിൽ, അല്ലെങ്കിൽ അഹ്സന തഅലീമൻ മിൻഹു, ഇത്രത്തോളം പഠിപ്പിക്കാൻ കഴിഞ്ഞ ഒരാൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, സംഭവം കഴിഞ്ഞില്ല. അദ്ദേഹം നബിയുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഹബീബിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, ഞാനിപ്പോൾ ജാഹിലിയത്ത് ഇങ്ങോട്ട് പോകുന്ന ആളാണ് നബിയെ. ഞാൻ ജാഹിലിയത്ത് നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ, വഇന്ന മിന്നാ റിജാലൻ യഅതൂനൽ കുഹാൻ, ഇവിടെ ജ്യോതിഷം ചെയ്യുന്ന ആളുകളെ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ പോയി കാണാറുണ്ട്. അവരോട് ചോദിക്കും, എൻ്റെ ഭാവി എന്താ, എനിക്ക് ജോലി കിട്ടുമോ, എനിക്ക് പണി കിട്ടുമോ, എൻ്റെ അവസ്ഥ എന്താണ്. അങ്ങനെ അവരിങ്ങനെ പറയും. അവർക്ക് മറഞ്ഞു കിടക്കുന്നത് അറിയാമെന്ന് വാദിക്കുന്നവരാണ്. തങ്ങളെ എന്താ അതിന് ചെയ്യുക? തങ്ങൾ പറഞ്ഞു, ഫലാ തഅതിഹിം, നിങ്ങൾ അവരുടെ അടുത്തൊന്നും പോവരുത്. ലിഅന്നക മുസ്ലിം, നിങ്ങൾ മുസ്ലിമാണ്. ഗൈബ് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. അള്ളാഹു അത് അറിയിക്കുന്നവൻ്റെ മുർസലീങ്ങൾ മഹത്തുക്കൾക്കല്ലാതെ അത് സാധ്യമല്ലല്ലോ. പിന്നെ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നബിയെ. അപ്പോൾ ആ വിഷയം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയെന്ന അദ്ദേഹം ചോദിച്ചു, ഇന്ന മിന്നാ റിജാലുൻ യതതയ്യറൂൻ, പിന്നെ നബിയെ, ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഒരു ജോലിക്കോ ഒരു യാത്രക്കോ പോകുമ്പോൾ ഒരു കറുത്ത കാക്ക ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരു അന്ന് പോവില്ല, ഇന്ന് ദിവസം ഗുണമില്ല എന്ന് പറയും. പക്ഷി ലക്ഷണം നോക്കുന്ന ആളുകളാണ്. തങ്ങൾ പറഞ്ഞു, ذلك شيء يجدونه في صدورهم فلا يسدنهم, അതൊരു തോന്നലല്ലേ, അതുണ്ട് എന്ന് വിചാരിച്ചവർ ചെയ്യാൻ പോകുന്ന നന്മകൾ എങ്ങനെ അവർ ചെയ്യണ്ടെന്ന് വെക്കും, അതൊന്നും ചെയ്യരുത്. അങ്ങനെ മുആവിയത്ത് ഇബ്നുൽ ഹക്കം നബി തങ്ങളോട് വർത്തമാനം കുശലം പറഞ്ഞിരുന്നു. അൻ ജാരിയത്തിൻ ഇൻദ, നബി, എൻ്റെ അടിമപ്പെണ്ണോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞു, നബിയെ, എനിക്ക് കുറേ ആടുംകുട്ടികളുണ്ട് നബിയെ, എൻ്റെ ആടുംകുട്ടി ഇങ്ങനെയാണ് അങ്ങനെ. ആടുംകുട്ടീൻ്റെ കഥ പറഞ്ഞു. ഒരിക്കലും ചെന്നായി വന്ന് കൊണ്ടുവരുന്ന നബിയെ, എൻ്റെ ആടുംകുട്ടിയെ. അങ്ങനെ ഹബീബിൻ്റെ സൽസ്വഭാവം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കുറേ ചോദ്യങ്ങൾ നബിയോട് ചോദിച്ചിട്ടാണ് ഇദ്ദേഹം എഴുന്നേറ്റ് പോകുന്നത്. നമ്മളൊക്കെയാണെങ്കിൽ പോ സമയം കഴിഞ്ഞ് പോട്ടെ എന്നല്ലേ പറയാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
പിഴവ് സംഭവിച്ച ഒരു വിദ്യാർത്ഥിയെ തിരുത്തി കൊടുത്ത അനുഭവം ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. ഇത് ഖുലുഖാൻ അദ്ദീനു അൽ അഖ്ലാഖ്. നിസ്കാരത്താഴ്മ്പിലല്ല ദീനെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരത്തിൻ്റെ മഹത്വം കുറക്കുകയല്ല, നിസ്കാരം അനിവാര്യവും നിർബന്ധവുമാണ്. പക്ഷേ അതോടൊപ്പം അഖ്ലാഖില്ലെങ്കിൽ, സ്വഭാവമില്ലെങ്കിൽ എന്ത് ദീൻ? അദ്ദീനു അൽ മുആമല. ദീൻ എന്നത് പെരുമാറ്റമാണ്. എത്ര തവണയാ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ذكرت امرأة عائشة رضي الله عنها كانت تذكر من صلاتها وصيامها كذا وكذا ولكنها تؤذي جيرانها بلسانها. ഒരുപാട് നോമ്പും നിസ്കാരവുമുള്ളൊരു പെണ്ണിനെ കുറിച്ച് ഹബീബിനോട് ഞങ്ങൾ പറയുകയും അവർ അയൽവാസികളെ വിഷമിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്ന് പറഞ്ഞ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസാൻ ഇബ്നു സാബിത്ത് എന്നവരുടെ മനോഹരമായ കവിത. أغروا عليه للنبوات خاتم من الله مشهود يلوح ويشهد ضم الإله اسم النبي إلى اسمه إذا قال في الخمس المؤذن أشهد وشقى له من اسمه ليجله فذو العرش محمود وهذا محمد صلى الله عليه وسلم. أغروا عليه للنبوات خاتم. മുഖശോഭയുള്ള പ്രവാചകത്വത്തിൻ്റെ അന്ത്യം കുറിക്കാൻ വന്ന അള്ളാഹുവിൻ്റെ സാക്ഷിയായ റസൂൽ അള്ളാഹുവിൻ്റെ പേര് ഹബീബിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. 5 നേരത്തെ വാങ്കുവിളിയിൽ ഹബീബിൻ്റെ പേര് പറയുന്ന ഷഹാദത്തില്ലാതെ വാങ്ക് പോലും ശരിയാവില്ലല്ലോ. വശഖാ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അല്ലാഹുവിൻ്റെ ഹംദിൻ്റെ ധാതുവിൽ നിന്നുള്ള മഹ്മൂദ് എന്നാണ് അള്ളാഹുവിൻ്റെ പേരെങ്കിൽ ഇത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിൻ്റെ പേരിൽ നിന്നാണ് ഹബീബിൻ്റെ പേരിനെ അള്ളാഹു എടുത്തു വച്ചിരിക്കുന്നത്. മനോഹരമായ 8-10 വരികൾ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. ഇത് ഹബീബിൻ്റെ രീതിയാണ്. തെറ്റുപറ്റിയ ആളുകളോട് പോലും, തെറ്റുപറ്റിയവരോട് പോലും ഹബീബ് അങ്ങനെയല്ലേ പറഞ്ഞത്? മദ്യപിച്ച് 3 തവണ മദ്യപാനത്തിൻ്റെ ശിക്ഷ 40 അടിയോ മറ്റോ ഹബീബിൽ നിന്ന് ശിക്ഷ വാങ്ങിപ്പോകുമ്പോൾ 3ാമത്തെ തവണയും മദ്യപാനത്തിന് ഒരു സ്വഹാബിയായ ആള് ശിക്ഷിക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ്റെ മദ്യത്തോടുള്ള ആസക്തി കണ്ടപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞുപോയി, ലഅനഹുല്ലാഹ് മാ അക്സറ മാ യുതാ ബിഹി. ഈ മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ. എത്ര തവണയാണ് ഹബീബിൻ്റെ മുമ്പിൽ മദ്യപാനത്തിന് ശിക്ഷ വരിക്കാൻ കൊണ്ടുവരുന്നത്. ആ സ്വഹാബി ആക്ഷേപിച്ചത് നിസ്കരിക്കുന്ന അല്ലെങ്കിൽ ഇബാദത്തിൽ മുഴുകിയ ആളെയല്ല, കള്ളു കുടിച്ച ഒരാളെയാണ്. അതിൽ തെറ്റെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഹബീബായ നബി തങ്ങൾ ഇടപെട്ടു. لا تلعنوه لا تعينوا على أخيكم الشيطان. അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെ പിശാച് ഏറ്റെടുക്കട്ടെ എന്നല്ലേ അതിനർത്ഥം. നിങ്ങളുടെ സഹോദരനെ പിശാചിനെ ഏൽപ്പിക്കരുതേ നിങ്ങൾ. വലാകിന്നല്ലദീ അഅലം, എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് അറിയുന്നത് അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. മനസ്സിൻ്റെ ഉള്ളിൽ ആള് കള്ളുകുടിയനാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അല്ലാഹുവിനെ അവൻ്റെ റസൂലിനെയും സ്നേഹമുള്ള ആളാണ് ഇവരെന്നാണ് എനിക്കറിയുന്നത് എന്ന് ഹബീബ് സാക്ഷ്യം പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ അത്ഭുതമാണത്! കുറ്റവാളികളെ നമ്മളൊരാളെ കള്ളുടിച്ച് കണ്ടാൽ പിന്നെ ജന്മത്തിൽ അവനെ മഹലിലേക്ക് അടുപ്പിക്കോ, പള്ളിയിലേക്ക് അടുപ്പിക്കോ, നമ്മൾ അവനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വിളിക്കോ? ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, ശരി, ഇദാ ബലഗൽ മാഉ ഖുല്ലതൈൻ ലം യഹ്മിലിൽ ഖബസ്. ഇദാ ബലഗൽ മാഉ ഖുല്ലതൈൻ. ഒരു മനുഷ്യൻ തെറ്റും നന്മയൊക്കെ ഉണ്ടാവൂലേ? തെറ്റില്ലാത്തവർ ആരാണ്? ആരാ തെറ്റില്ലാത്തവർ? ഒരു മനുഷ്യൻ്റെ തെറ്റിനേക്കാളും നന്മ കൂടുതലാണെങ്കിൽ 2 കൊല്ലത്തെത്തിയിട്ടുണ്ട്, പിന്നെ നിറമോ മണമോ രുചിയോ മാറാതെ അത് മുത്തനജ്ജിസാന്ന് പറയരുത്. ഒരു മനുഷ്യനിലെ നന്മയെ നമ്മൾ നോക്കിക്കാണണം എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കള്ളുകുടിയനെ സംബന്ധിച്ചാണ് തങ്ങൾ പറഞ്ഞത് യുഹിബ്ബുല്ലാഹ. ചിലപ്പോൾ റബീഉൽ അവ്വലൊക്കെ ഉണ്ടാവും മുമ്പിൽ, ജാഥക്ക് മൗലൂദിന് മുമ്പിൽ അപ്പോൾ കള്ളുടിയന്മാരൊക്കെ ഉണ്ടാവും. പലരും പറയും ചിലപ്പോൾ കള്ളുടിയന്മാരൊക്കെ അല്ല ഇപ്പോൾ നിങ്ങളെ മൗലൂദിന്. ആയിക്കോട്ടെ, വലാകിന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല. അയാളുടെ മനസ്സിൽ ഹബീബിനോട് സ്നേഹം ഉണ്ടായിട്ട് വന്നൊരു നന്മയല്ലേ അത്. ആ നന്മ തുടങ്ങട്ടെ, പിന്നെ ബാക്കിയുള്ള നന്മകളിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചൊരു നന്മ ചെയ്യുമ്പോൾ നീ ഒന്നും ചെയ്യാത്തവനാ. റമളാനിൽ ആദ്യമായി നോമ്പ് വെക്കുന്ന നിസ്കാരമില്ലാതെ നിനക്കെന്തോടോ നോമ്പ്? ആ സാധു നോമ്പും നിസ്കാരം രണ്ടും നിർബന്ധമല്ലേ? ഒന്നെടുത്താൽ ഒന്നായില്ലേ, ബാക്കി എടുത്താൽ പോരെ. അതുപോലെ നശിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റിവിറ്റി നമ്മൾ പറയരുത്. പല ദർസുകളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥയിൽ നമ്മൾ മുഅല്ലിമീങ്ങളൊക്കെ ആയതുകൊണ്ട് പറയാം, നമ്മൾ ധർമ്മസങ്കടം നമുക്ക് പറയാലോ. പലപ്പോഴും എത്രയോ കുട്ടികൾ ദർസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പിന്നീട് അവർ പോകുന്ന ഒരു ചാടിപ്പോയി തലയിൽ കെട്ടും മുടി ആരെയും കെട്ടിയിട്ട് സിനിമക്ക് പോയതായിരിക്കും ചിലപ്പോൾ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ സിനിമ കാണുന്നുണ്ട്. എന്നാലും ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അവരെ തർബീത്ത് ചെയ്ത് തസ്കീത്ത് ചെയ്ത് നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കുട്ടി പുറത്തു പോയപ്പോൾ അവന് പിന്നെ എന്തായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ആ വാപ്പാക്കും ഉമ്മാക്കും എത്ര ആഗ്രഹം ഉണ്ടാകും എൻ്റെ മോൻ നന്നാവണം. മലായിക്കത്യങ്ങളല്ലല്ലോ നമ്മുടെ അടുത്ത് വിദ്യാർത്ഥികളായി കൊണ്ടുവരുന്നത്, അങ്ങനെയാണെങ്കിൽ അവരെ ഏൽപ്പിക്കണ്ടല്ലോ. നമ്മളെ ഏൽപ്പിച്ചത് നമ്മുടെ തർബീയത്ത് അവരെ നന്നാവാനല്ലേ. ആ കുട്ടിയുടെ എത്രയെല്ലാം നന്മയുണ്ടാകും. ചിലപ്പോൾ ഉസ്താദിന് ഖിദ്മത്തെടുക്കുന്ന കുട്ടിയായിരിക്കും അത്. നമ്മൾ മനസ്സിലാക്കണം, നാട്ടിൽ കള്ളുടിയന്മാരൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളറിയണം, ഒരു പക്ഷേ ഈ മത്തൊക്കെ പോയാൽ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനായിരിക്കും അയാൾ. അയാൾ കൊടുക്കുന്ന ദാനധർമ്മം നമ്മൾ അറിയില്ലായിരിക്കാം. വല്ല കർണാടകയിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും പോയി ഒരു പള്ളി അള്ളാഹ്ക്ക് എടുത്തു കൊടുത്ത ആളായിരിക്കും ഇയാൾ. അദ്ദേഹം ചെയ്യുന്ന ദാനധർമ്മത്തിൻ്റെ കയ്യും നമുക്കറിയില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഈ മദ്യപാനം മുങ്ങിപ്പോകാൻ മാത്രമുള്ള നന്മയുടെ ആഴക്കടൽ ആ മനുഷ്യൻ്റെ കൂടെയുണ്ടോ? നമുക്കറിയുമോ? അറിയില്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെയും വിലയിരുത്തുമ്പോൾ ആ മനുഷ്യനിലെ നന്മയാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞ ഹബീബുന റസൂലുള്ളാഹി മുഅല്ലിമുൽ ബശരിയ്യ, മനുഷ്യത്വത്തിൻ്റെ അധ്യാപകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യജ്രിമന്നക, തെറ്റല്ല എന്നല്ലേ പറയുന്നത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലുഹു അഖ്റബു ലിത്തഖ്വാ. ഇതാ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ. പക്ഷേ തങ്ങളെ പേഴ്സണലായി അറ്റാക്ക് ചെയ്താൽ തങ്ങൾ ദേഷ്യം പിടിക്കൂല. അതിൽ തങ്ങളെ വിഷമിപ്പിച്ചവർക്ക് തങ്ങളെ എന്താ പറയുക, തങ്ങളുടെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെട്ടാൽ തങ്ങൾ ദേഷ്യപ്പെടൂല. അള്ളാഹുവിൻ്റെ ഇല്ല അൻ യുൻതഹക, എന്തെങ്കിലും ഷൈഉം മിൻ മഹാരിമില്ല, അള്ളാഹുവിൻ്റെ ഹുർമത്തായ ദീനിൻ്റെ ഒരു നിയമം ലംഘിക്കപ്പെട്ടാൽ തങ്ങളവിടെ ദേഷ്യപ്പെടും. സ്വാഭാവികമാണ്. അങ്ങ് മുഅല്ലിമുൽ ഖൈറാൻ, അള്ളാഹുവിൻ്റെ വഹയുമായി വന്ന നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് 2 മിഖ്ദാദുമാരുണ്ട് റളിയല്ലാഹു അൻഹും. ഒന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഇത് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ്. മിഖ്ദാദ് ഇബ്നുൽ അംർ എന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹു 1000 ആൾക്ക് തുല്യരായ 3 പേർ ഉണ്ട് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 സ്വഹാബിമാരുണ്ട്. ഒരാൾ 1000ൻ്റെ സ്ഥാനത്താണെന്നാ. അതിൽ ഒരു മിഖ്ദാദുണ്ട്. അത് ഇവരല്ല, അത് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവാൻ. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു, 3 സ്വഹാബിമാർ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലായിരുന്നപ്പോൾ ഉമർ തങ്ങൾക്ക് അന്ന് നൗബയിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അംർ ഇബ്നുൽ ആസ് എന്നവർ എഴുതി ചോദിച്ചു, ഉമർ എന്നവരെ സൈന്യം വേണം, ഒരു 3000 ആളുകളെ ഈജിപ്തിലേക്ക് അയച്ചു തരണം മദീനയിൽ നിന്ന്. 3000. ഉമർ തങ്ങൾ 3 ആളെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉമർ ഇബ്നുൽ ആസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ അമീരിൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതുന്ന കത്താണ്. ഉമർ ഇബ്നുൽ ആസ്, ഞാൻ നിങ്ങൾക്ക് 3 ആളെ അയച്ചിട്ടുണ്ട്. കുല്ലു വാഹിദും മിൻഹും ബിഅൽഫിൻ, ഓരോ ആളും 1000ൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ 3 പേരെ നിങ്ങൾ സഫായി നിർത്തുക, ബാക്കി നിങ്ങളുടെ ആയിരക്കണക്കിന് സൈന്യം ബാക്കിൽ. നിങ്ങളുടെയും ശത്രുക്കളുടെയും ഇടയിൽ ഈ 3 പേരുടെ ഒരു ലൈന് വേണം. ഇത് 3000 കാഴ്ചയിൽ 3 ആണെങ്കിലും ഇവർ 3000 ഉമർ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത 3 മഹാന്മാരായ സ്വഹാബിമാർ. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, മഹാനായ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്ന ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, പിന്നെ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു. ഇത് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാം, ഞാൻ മദീനയിലേക്ക് വന്നു, ഞാനും എൻ്റെ 2 കൂട്ടുകാരും വിശന്ന് വന്നതാണ്.
നാട്ടിലൊന്നും റെസ്റ്റോറൻ്റൊന്നും അവിടെ ഇല്ലല്ലോ, എവിടെയും ഭക്ഷണമല്ല, ഒന്നും കിട്ടാനില്ല. അവസാനം ഞങ്ങൾ ഹബീബിൻ്റെ അരികത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, നബിയേ, ഇത് ഞാനും എൻ്റെ 2 കൂട്ടുകാരും വിശന്ന് നടക്കുക നബിയേ, അങ്ങ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുമോ? തങ്ങൾ പറഞ്ഞു, ശരി, ഞാനും നിങ്ങളും കൂടി 4 പേർ വരി, നമുക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. തങ്ങൾ ആ സമയം അവിടെ താമസിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഭാര്യമാരുടെ കൂടെയല്ല. 4 ആട്ടിൻകുട്ടികളുണ്ട് അവിടെ, 4 ആട്ടിൻകുട്ടികളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, ഈ ആടിൻകുട്ടികൾ എന്ത് ചെയ്യുക, ആടുകളുടെ പാല് ചുരത്തുക. നമ്മൾ 4 പേർക്കും 4 കപ്പ് പാല്, ഉച്ചക്കും രാത്രിയും. അങ്ങനെ അവർ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി കുടിക്കും, അവർ കിടന്നുറങ്ങും. 3 പേര്, മിഖ്ദാദ് എന്നവർ 2 കൂട്ടുകാരും പിന്നെ തങ്ങളും 4 പേര് അവർ റൂമിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാച്ചലർ റൂമിലൊക്കെ സംഭവിക്കുന്ന ഒരു അനുഭവം പോലെയൊക്കെ തോന്നിപ്പോയി. ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരാൾ വരാണ്ടിരുന്ന അവൻ്റെ പപ്പടം അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ അവൻ്റെ മീൻ അടിച്ചു മാറ്റുക, അങ്ങനെ ഒരു കഷ്ണക്കല്ലേ ഉണ്ടാവുള്ളൂ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാം, ഒരു ദിവസം എൻ്റെ തലയിൽ ശൈത്താൻ കയറി. എന്താ ചെയ്യുക, തങ്ങൾ വന്നിട്ടില്ല, എൻ്റെ പാല് ഞാൻ കുടിച്ചു, എൻ്റെ കൂട്ടുകാർ 2 പാല് കുടിച്ചു, ഓല് ഉറങ്ങി. ഞാനിങ്ങനെ കിടന്ന്, എനിക്കാണെങ്കിൽ വിശപ്പും മാറിയിട്ടില്ല. അപ്പം എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, നബിൻ്റെ പാല് ഇപ്പം നബിക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ, തങ്ങൾ ഇത്ര ലേറ്റായ സ്ഥിതിക്ക് അൻസ്വാരികളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേണ്ട. പിന്നെ തോന്നി, കുടിക്കാലോ, ഇപ്പം ഇത്ര നേരമായില്ലേ. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ പാലെടുത്ത് കുടിച്ചത് പരമാർത്ഥം എനിക്ക് ബേജാറ് തുടങ്ങി. റബ്ബേ, ഇനി എങ്ങാനും നബി തങ്ങൾ വിശന്ന് വരികയാണെങ്കിൽ യദുഉ അലയ്യ, എനിക്കെതിരെ നബി ദുആരക്കോ, പടച്ചോനെ തങ്ങൾക്ക് പാലില്ലല്ലോ. ഒരു പുതപ്പുണ്ട്, തല മറച്ചാൽ കാല് പുറത്ത്, കാല് മറച്ചാൽ തല. ഞാൻ തലങ്ങ് മൂടിയിട്ടൊരു കടത്തം കടന്നു. ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ഒരുപാട് വൈകി, നബി തങ്ങൾ വരികയാണ് റൂമിലേക്ക്. മിഖ്ദാദ് എന്ന് പറയാം, ഫസല്ലമ തസ്ലീമൻ യുസ്മിഉൽ യഖ്ലാന വലാ യൂഖിദുൻ നായിം. ഉറങ്ങണ ആളെ ഉണർത്താതെയും ഉറങ്ങാത്തവന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിലും തങ്ങൾ സലാം പറഞ്ഞു. അപ്പം ഞാൻ മെല്ലെ സലാം മടക്കി, തങ്ങൾ കേൾക്കാതെ. തങ്ങൾ പാത്രത്തിൻ്റെ അടുത്തേക്കാണ് പോണത്. റബ്ബേ, എന്ത് സംഭവിക്കും എനിക്കറിയില്ലല്ലോ. തങ്ങളതിൻ്റെ മൂടി തുറക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇപ്പം എനിക്കെതിരെ ദുആരക്കും ഞാൻ പേടിച്ചു. തങ്ങൾ റഫഅ യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് നബി, റബ്ബേ ഖസിർതു ദുനിയ വൽ ആഖിറ, എൻ്റെ ദുനിയാവും ആഖിറവും പോയല്ലോ റബ്ബേ, ഒരു കപ്പ് പാല് കൊണ്ട്. പേടിച്ച് നിൽക്കുമ്പോൾ തങ്ങൾ ദുആരക്കുന്നു, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. അല്ലാഹുവേ, എനിക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, എനിക്ക് കുടിക്കാൻ തന്നവർക്ക് നീ കുടിക്കാൻ കൊടുക്കണമേ. ഞാനൊരു ചാട്ടം ചാടി, കത്തിയെടുത്ത് ഒരൊറ്റോട്ടം പുറത്തേക്ക്. മിഖ്ദാദ്, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? പറഞ്ഞുതരാം നബിയെ, പറഞ്ഞുതരാം. ഓടുകയാണ്. മിഖ്ദാദ് എന്നവർ കത്തിയെടുത്തു. അതിൽ ഏതെങ്കിലും ഒരാടിനറുത്ത് നബി തങ്ങൾക്ക് രാത്രി ബാർബിക്യൂ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുക. ഹദീസിലുണ്ട്, ആ ആട് മിഖ്ദാദ് എന്നവരുടെ ആടല്ല. അറുക്കണമെങ്കിൽ സ്വന്തം സാധനമല്ലേ പറ്റുള്ളൂ, അല്ല, അതറക്കാൻ തങ്ങൾ സമ്മതം കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ റസൂല് പട്ടിണിയാണല്ലോ റബ്ബേ, എൻ്റെ ഹബീബ് വിശന്നല്ലോ, തങ്ങൾ എവിടുന്നും ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കുന്നത്. ഞാൻ ആടുകളുടെ നെയ്യുണ്ടോ എന്ന് ആടുകളെ തപ്പി നോക്കുമ്പോൾ അകിടിലൊക്കെ നല്ല പാല്. അതൊരു മുഅ്ജിസത്തായിരുന്നു. 4 ആടിനും പാലുണ്ട്. ഉടനെ ഞാൻ വലിയൊരു പാത്രം, അഹ്ലുബൈത്തിന് കറക്കുന്ന പാത്രമുണ്ട്, അത് കൊണ്ടുവന്ന് പാല് കറന്നു. ഹത്താ അലതുഹു റഗ്വത്തുൻ, നുരയായി പാലിങ്ങോട്ട് പൊങ്ങി വന്നു. ഞാനത് നേരെ, നബിയേ ഇശ്റബ്, കുടിക്കിൻ നബിയേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ, മിഖ്ദാദെ നിങ്ങൾ അങ്ങ് കുടിക്കിൻ നബിയേ, അങ്ങ് കുടിക്കിൻ. അങ്ങനെ മിഖ്ദാദ് റളിയല്ലാഹു നബിയെ കുടിപ്പിക്കുക. ഇശ്റബ് യാ റസൂലല്ലാഹ്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, മിഖ്ദാദ്, നിങ്ങൾ കുടിച്ചിട്ടില്ല, ഇന്നെന്താ ഇത്ര പാല്? അത് പറയ നബിയെ, നിങ്ങൾ കുടിക്കിൻ. തങ്ങൾ വീണ്ടും കുടിച്ചു. ഇശ്റബ് യാ റസൂലല്ലാഹ്. അവസാന നബി തങ്ങൾ കുറച്ച് ബാക്കി കൊടുത്തു മിഖ്ദാദിന് റളിയല്ലാഹു അൻഹുവിന്, ബാക്കി ബറക്കത്തിന്. അത് മിഖ്ദാദ് എന്നവർ കുടിച്ചിട്ട്, മിഖ്ദാദ് എന്നവർ ഒരു അരമുണ്ട ഒരൊറ്റ കുത്തിമറിച്ചിൽ നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദ്, ഔറത്ത് ഇപ്പൊ കാണും, മുമ്പോ പിന്നോ രണ്ടാലൊന്ന്, എന്ത് ചാട്ടായി ചാടുന്നത്? പൊന്നാര നബിയെ, സംഭവിച്ചത് ഞാൻ പറഞ്ഞു തരാം നബിയെ, അങ്ങയുടെ പാല് കുടിച്ച മഹാനാ ഞാൻ. നബിയെ, അങ്ങ് എനിക്കെതിരെ ദുആരക്കുമോ എന്ന് പേടിച്ച് കിടക്കുകയാണ്. അങ്ങ് ദുആരന്നല്ലോ, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. ആ പ്രാർത്ഥനയുടെ കൂലി എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഓടിയതാ നബിയെ. നോക്കുമ്പോൾ അവിടെ അകിടുകൾക്ക് പാലുണ്ട് നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെയോ, തിൽക ബറക, അതല്ലാഹു തന്ന ബറക്കത്തായിരുന്നു മിഖ്ദാദെ. എന്നാ പിന്നെ കൂട്ടുകാരെ വിളിച്ചുകൂടായിരുന്നോ? അതൊരു ബറക്കത്തല്ല, ബറക്കത്തുള്ള പാലല്ലേ അത്. കാരണം ആ അകിടുകൾക്ക് രാവിലെ പാലുണ്ടാവൂ. ഇപ്പൊ കറന്നു വെച്ചതല്ലേ.
പിന്നെ രണ്ടാമതുണ്ടായത് ബറക്കത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചൂടായിരുന്നോ, പൊന്നാര നബിയെ അങ്ങ് ദ്വാരുന്നില്ലേ, ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയാൽ മതി, അതിനി ഈ ഉറങ്ങണ രണ്ടാൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നബിയെ, അങ്ങേക്ക് പാല് കിട്ടി എനിക്ക് ദ്വായും കിട്ടി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു തആല അൻ. ഹബീബിൻ്റെ പെരുമാറ്റം നോക്കൂ. നമ്മുടെ സ്വന്തം ഭക്ഷണം നമുക്ക് നഷ്ടമായാൽ നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറുമോ, നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഉപ്പ് ഏറിയാൽ എങ്ങനെ നമ്മൾ വർത്തമാനം, ടേസ്റ്റ് വ്യത്യാസം വന്നാൽ എന്തൊക്കെയാണ് നമ്മൾ പറയുക നമ്മുടെ വീട്ടുകാരി പെണ്ണുങ്ങളോട്. നാട്ടിൽ നല്ല സ്വഭാവമുള്ള എത്ര മനുഷ്യന്മാരുണ്ട്, ആൾ ഭയങ്കര ജോക്കർ, കുട്ടികളൊക്കെ ചങ്ങാതിമാർ വന്ന് പറയും നിങ്ങളുടെ മോനെ എന്ത് തമാശയാ, എൻ്റെ മോൻ തമാശയെ ജന്മത്തിൽ ഈ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, എൻ്റെ മോൻ അങ്ങനെയോ ഈ പറയിൽ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഅല്ലിമുൽ ബശരിയ്യ, മനുഷ്യൻ്റെ അഖ്ലാഖ്. നമ്മുടെ തനി സ്വഭാവം പുറത്തു വരാനിടയുള്ള സമയങ്ങളിൽ പോലും നമ്മെ നിയന്ത്രിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതുപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുഅല്ലിമുൽ അഖ്ലാഖ്, സൽ സ്വഭാവം നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത്. മുഅ്മിനീങ്ങളെ, മുഅല്ലിമികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളോട് പറയാണ്, നമ്മുടെ ശിഷ്യന്മാർ നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അദബുൻ വ അഖ്ലാഖുൻ. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം എന്നവർ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട്. മഹാനവറുകളുടെ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ സദസ്സിൽ 15,000 ശിഷ്യന്മാരാണ് ഇരുന്നിരുന്നത്. 5,000 യഅഖുദൂനൽ ഹദീസ്, 5,000 ആളുകൾ ശിഷ്യന്മാർ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ ഹദീസ് എഴുതി വെക്കും. 10,000 ബാക്കി 10,000 ആളുകൾ യതഅല്ലമൂന മിൻഹു സംത, ഹദീസ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അഹ്മദ് ഇബ്നു ഹംബൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ചോദ്യകർത്താവിനോട് എങ്ങനെയാണ് മറുപടി പറയുന്നത്, ഈ സ്വഭാവം പഠിക്കാൻ 10,000 ആളുകളും ഹദീസ് എഴുതി വെക്കാൻ 5,000, അങ്ങനെ 15,000 ആളുകളുടെ ദർസായിരുന്നു മഹാനായ ഇമാമുൽ അഇമ്മ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. സിംത് പഠിക്കുക, മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി തഅല്ലമിൽ അദബ ഖബ്ലൽ ഇൽം, ഇൽമിൻ്റെ മുമ്പ് അദബാണ് പഠിക്കേണ്ടത്. ഇമാമുന മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസിലേക്ക് പോകുമ്പോൾ ഞാൻ ഇമാം മാലിക് എന്നവരിൽ നിന്ന് അദബ് പഠിച്ചു, പിന്നെ ഞാൻ ഇൽമ് പഠിച്ചു. നമ്മുടെ മദ്രസകളിൽ നമ്മുടെ മക്കൾക്ക് അദബ് കാണിച്ചു കൊടുക്കണം. നമ്മൾ നല്ല സ്വഭാവക്കാരായി പെരുമാറുമ്പോൾ അത് കഴിയും. കൊച്ചുമക്കൾ പ്ലേഡോവിനെ പോലെയാണ്, നമുക്കവരെ എങ്ങനെയും ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ സൽസ്വഭാവം അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മനോഹരമായൊരു സ്വഭാവം, സമൂഹത്തിൽ ആരും മൈൻഡ് ചെയ്യാതിരുന്ന ആളുകളെ, സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു, സാഹിറുൻ ബാജിയതുന വനഹ്നു ഹാദിറുഹു എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിൻ പുറത്തുകാരനാണ് സാഹിർ റളിയല്ലാഹു അൻഹു. നാട്ടിൻ പുറത്ത് നിന്ന് എന്തെങ്കിലും ചെടിയോ ചെറിയ പലഹാരമോ ഹബീബിനുണ്ടാക്കി കൊടുത്തിട്ട് പറയും, ഹാദിഹി ഹദിയതി ലക യാ റസൂലല്ലാഹ്, ഇതെൻ്റെ സമ്മാനമാണ് നബിയേ. സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു അന്ന് മദീനയിൽ വന്നു. ആദ്യം മദീനയിൽ വന്നാൽ അവർ ഹബീബിനെ കാണാൻ പോവുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കാണാൻ വേണ്ടി പോകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ ചെന്നപ്പോൾ ഹബീബ് തങ്ങൾ അവിടെ ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പുറത്തു പോയിട്ടുണ്ട്, തങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ സാഹിർ എന്നവർ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്ന നാട്ടിൻപുറത്തുകാരനാ. അപ്പോൾ ഈ മലയോരത്തെ ചെടികളും കമ്പും വേരുകളൊക്കെ വിൽക്കലാണ് പണി. അപ്പോൾ അദ്ദേഹം ഞാൻ അങ്ങാടി പോട്ടെ, തങ്ങളിവിടെ ഇല്ലല്ലോ. അസ്ഹാബ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോൾ ഹബീബിൻ്റെ അസ്വാജ്, അവിടുത്തെ ഭാര്യമാർ പറഞ്ഞു, നബിയേ സാഹിർ ഇബ്നു ഹറാം വന്നിരുന്നു, അങ്ങയെ ചോദിച്ചിരുന്നു. അപ്പോൾ സ്ഥിരം തങ്ങൾക്ക് അറിയുന്ന ആളാണ്. നമ്മളൊന്ന് ആലോചിക്കും മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ മഹല്ലുകളിൽ പ്രവർത്തിക്കേണ്ട ആളുകളാണ്, നാടിൽ പ്രവർത്തിക്കേണ്ട ആളുകളാണ്. തങ്ങൾക്ക് അറിയാം ആരാണ് സാഹിർ. ഒരു നാടൻ പാവം, 5 കാശ് കയ്യിലില്ലാത്ത പാവമാണ്. സാഹിർ എന്നവർ വന്നിരുന്നു. ഓ ആയിക്കോട്ടെ, അസ്ർ നിസ്കാരത്തിന് കാണുമായിരിക്കും, അല്ലെങ്കിൽ മഗ്രിബിന് കാണാം എന്ന് വിചാരിച്ചാൽ മതി. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലുബുഹു, സാഹിർ എന്നവരെ കാണാൻ തങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോയി. തങ്ങൾക്കറിയാം സാഹിർ അങ്ങാടിയിലാണ് ഉണ്ടാവുക റളിയല്ലാഹു അൻഹു. ഹദീസ് പണ്ഡിതന്മാർ പറയും, ഇത് എന്തൊരു സ്വഭാവമാണ്. അങ്ങനത്തെ ഒരാൾ ഒരു VIP ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ, എപ്പോഴും കാണുമല്ലോ, എപ്പോഴും വരാമല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് തേടി പുറപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടിയിൽ എന്തോ സാധനങ്ങൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. തങ്ങൾ ബാക്ക് ചെന്നിട്ട് കണ്ണുകൊണ്ട് പൊത്തിപ്പിടിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് പൊത്തിപ്പിടിച്ചു.
അപ്പൊ സാഹിർ എന്നവർക്ക് പേടിയായി, ആരാ പടച്ചവനെ എൻ്റെ കണ്ണു പൊത്തി പിടിക്കുന്നത്, ആരാ എന്നെ പേടിപ്പിക്കുന്നത്? ഉടനെ നബി തങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി, മയ്യശ്തരി മിന്നി ഹാദൽ അബ്ദ്, ഈ അടിമയെ ആരാണ് വാങ്ങിക്കാനുള്ളത്? ഒരു അടിമയെ വിൽക്കാനുണ്ട്. അന്ന് അടിമയെ വിൽക്കണ കാലല്ലേ. അപ്പൊ സാഹിർ എന്നവർക്ക് പടച്ചോനെ എന്നെ അടക്കം വിൽക്കലായോ റബ്ബേ, ആരാണ്? ഫനദറ ഇലൻ നബി, അപ്പൊ ബാക്കിലേക്ക് നോക്കുമ്പോ അത് റസൂലുള്ളാഹി തങ്ങളാ. അപ്പൊ നബിന്റെ നെഞ്ചത്തേക്ക് ചാരിക്കടന്നെടുത്തുതാ. ആലോചിക്കണം, സാഹിർ എന്നവർ ആട്ടിടയനാണ്, ആടുകളുടെ മണമെങ്കിലുണ്ടാവും, കരിമ്പുടം പുതച്ച് വിയർത്തൊലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നട്ടുച്ച നേരത്തെ അങ്ങാടിയിലെ വിയർപ്പുള്ള ഒരു മനുഷ്യനെ മുത്തുനബി തങ്ങൾ പരിമളം പൂശുന്ന പരിമളമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹബീബിൻ്റെ എന്താ പറയുക, അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത്, അത്തറിൻ്റെ കുപ്പിയിൽ നിന്ന് കൈയെടുത്ത പോലെ സുഗന്ധമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുഗന്ധമുള്ള നബി അവിടുത്തെ ഉമ്മത്തിലെ പാവമായ സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ കണ്ണുപൊത്തിപ്പിടിച്ച് തമാശ കളിക്കുകയാണ് ഹബീബായ നബി തങ്ങൾ. തങ്ങൾ ചോദിച്ചു, മയ്യശ്തരി മിന്നി ഹാദൽ അബ്ദ, ഈ അടിമയെ, അള്ളാഹിൻ്റെ അടിമ എന്നാണ് തങ്ങൾ ഉദ്ദേശിച്ചത്, ഈ അടിമയെ ആരാണ് വാങ്ങിക്കുന്നത്? അപ്പൊ മഹാനായ സാഹിർ എന്നവർ പറഞ്ഞു നബിയേ, എന്നെ വിറ്റാൽ തന്നെ ആരെന്നെ വാങ്ങിക്കും നബിയേ? ഖാന ദമീമൻ, കാണാൻ തീരെ ഭംഗിയില്ലാതിരുന്ന ആളായിരുന്നു മഹാനായ സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു. ആര് വാങ്ങും നബിയെ? ഇനി വാങ്ങിയാൽ തന്നെ സതജിദന്നനി ഖാസിദാ, എനിക്കാരും വില തരൂല നബിയെ, എനിക്ക് ചീപ്പ് വിലയായിരിക്കും. എന്നൊക്കെ 1-2 ദിർഹം കൊടുത്ത് വാങ്ങും നബിയെ, ഒരടിമക്ക് 1000-1500 ദീനാറ് വേണ്ടേ? തങ്ങൾ പറഞ്ഞു, സാഹിറേ നിങ്ങൾ പേടിക്കല്ലിൻ സാഹിറേ, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടുത്ത് നഷ്ടമുള്ളവരല്ല, വില കുറഞ്ഞ ആളല്ല. നിങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിലയുള്ള ആളാണെന്ന് മഹാനായ സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സുഗന്ധമുള്ള നബിയാണിത്! ദുർഗന്ധം വമിക്കാനിടയുള്ള ഒരു സാധാരണക്കാരനായ ആട്ടിടയനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മഹാനായ ദമീമായിരുന്ന, കാണാൻ ഭംഗിയില്ലാതിരുന്ന സാഹിർ എന്നവരോട്, സാഹിറേ നിങ്ങളുടെ മനസ്സിലെ ഈമാനിനെയാണ് അള്ളാഹു നോക്കുന്നത്. ജനങ്ങൾ വില തന്നില്ലെങ്കിലും വലാകിന്നക ഇൻദല്ലാഹി ഖാൽ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ വിലയുണ്ട് സാഹിറേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനോട്. ഇതൊക്കെ അഖ്ലാഖാണ്, ഹബീബിൻ്റെ പെരുമാറ്റമാണ്. മുഅല്ലിമുൽ ബശരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് മദീനയിലെ കറുത്ത വർഗ്ഗക്കാരികളായ അടിമപ്പെണ്ണുങ്ങൾ, അവരുടെ ഉടമസ്ഥന്മാർ, അവരുടെ വീട്ടുകാർ ജോലി ചെയ്യിപ്പിച്ച് ക്ഷീണിപ്പിച്ച് തളർത്തുമ്പോൾ ഹബീബിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തങ്ങളുടെ കുപ്പായ കൈ പിടിക്കും. എന്നിട്ട് നബിയെ, എൻ്റെ വീട്ടിലെ ഉമ്മയോട് എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യൂ നബിയെ, എന്നോട് കഷ്ടപ്പെടുത്തരുതേ എന്ന് പറയൂ നബിയെ. ഹബീബിൻ്റെ കൈയിൻ്റെ കുപ്പായ കൈ പിടിച്ച് അടിമപ്പെണ്ണുങ്ങളായ ആരും മൈൻഡ് ചെയ്യാത്ത പാവങ്ങൾ ഹബീബിൻ്റെ കൈ പിടിച്ച് പോവുകയും അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ ഹബീബിനെ സംബന്ധിച്ച്, കുട്ടികളോട്, ചെറിയ മക്കളോട്, എല്ലാവരോടും നമുക്കൊക്കെ അറിയാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൊച്ചു സഹോദരൻ അബൂ ഉമൈർ, ഉമ്മു സുലൈം ബീവി മരണപ്പെട്ട നേരം മറച്ചു വെച്ച് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് അവസാനം കുഞ്ഞ് മരിച്ച വിവരം പറഞ്ഞ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് അബൂ ത്വൽഹ തങ്ങൾ എന്ന് ജനിച്ച കുട്ടി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മോനാണ് അനസ് ഇബ്നു മാലിക് എന്നവര്. പക്ഷേ വാപ്പ അബൂ ത്വൽഹ തങ്ങളല്ല, വാപ്പ മാലിക് ഇബ്നു നദർ എന്ന ആളാണ്. അദ്ദേഹം കാഫിറായി മരിച്ച ആളാണ്. നമുക്കറിയാം, ഈ അബൂ ഉമൈർ ചെറിയ കുട്ടിയാണ്. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, ഒരു കൊച്ചു പക്ഷിയെ വളർത്തിയിരുന്ന ഈ മോനോട് നബി തങ്ങൾ ചോദിക്കും, യാ അബാ ഉമൈർ, മോനെ, മാ ഫഅലൻ നുഗൈർ, നിന്റെ പക്ഷിക്ക് എന്ത് പറ്റി മോനെ? ഇപ്പം ചെറിയ 1-ാം ക്ലാസ് 2-ലൊക്കെയുള്ള കുട്ടികൾ ചില ടോയ്സ് കൊണ്ടുവരും അല്ലേ, മദ്രസക്ക് വരുമ്പോൾ വെറുതെ എൻ്റെ പാവയാണ്, എൻ്റെ കളിപ്പാവയാണ്,
നമ്മുടെ അൽബിറിലോ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലോ വലിയൊന്നിലോ 2-ലോ ഒക്കെ ഉള്ള മക്കൾ സ്വാഭാവികമായും ഒരു കളിപ്രായത്തിൻ്റെ സമയമാണ്. അവരുടെ കൊച്ചു മനസ്സുകളിലേക്ക് കയറാൻ ഏറ്റവും വലിയ ചാനലാണ് അവരുടെ ഈ കളിപ്പാവകൾ. തങ്ങളെ അബൂ ഉമൈർ എന്ന കൊച്ചുമോനെ വിളിക്കുന്നത് യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, നിങ്ങളുടെ കൊച്ചു പക്ഷിൻ്റെ വർത്തമാനം എന്താ? അപ്പോൾ പറയും നബി അവിടെ ഉണ്ട്, ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം സങ്കടപ്പെട്ടിരിക്കുക. അപ്പം തങ്ങൾ ചോദിച്ചു, അബൂ ഉമൈറേ എന്തു പറ്റി? നബിയെ മാഥൻ നുഗൈർ, എൻ്റെ പക്ഷി ചത്തുപോയി നബിയെ. ആ മോനെ പുറത്ത് തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ച ഹബീബാണ്, അധ്യാപകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തമാശ പറയും, അധ്യാപനത്തിൽ ഇത് ആവശ്യമാണ്. തമാശ അതിൻ്റെ പരിധികളിൽ നിന്നുകൊണ്ട് അനിവാര്യമാണ്. ഇപ്പോൾ മഹാന്മാരായ ഹദീഥ് പണ്ഡിതന്മാർ അവർ തന്നെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖൂമു, നിങ്ങൾ എഴുന്നേറ്റോളൂ, തമാശ പറഞ്ഞോളൂ എന്ന് സ്വന്തം ശിഷ്യന്മാരോട് പറഞ്ഞിരുന്ന മഹാന്മാരായ ഹദീഥ് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹസനുൽ ബസ്വരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നുണ്ട്. പ്രഗത്ഭരായ മറ്റു ഹദീഥ് പണ്ഡിതന്മാർ ദർസ് കഴിഞ്ഞാൽ നിങ്ങളിൽ ഷെയർ, കവിത അറിയുന്നവർ, തമാശ അറിയുന്നവർ നിങ്ങൾ എന്ത് ചെയ്യട്ടെ, തമാശ പറഞ്ഞോളൂ. ഈ ദീർഘമായ സംസാരം മലൽ നിങ്ങൾക്ക് മടിയുണ്ടാക്കും, അതുകൊണ്ട് തമാശയാവട്ടെ. യാത്ര പോകുമ്പോൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ടറിയുന്നവർ പാടട്ടെ എന്ന് പറയാറുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഒരാളായിട്ട് കൂടെ നിൽക്കാറുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുവല്ലോ, ഞങ്ങൾ യാത്രയിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തങ്ങളുണ്ട് ഒരു വഴിക്ക്. ഞങ്ങൾ നബിയെ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ വിറക് കൊണ്ടുവരാൻ വേണ്ടി പോവാ. നബി അങ്ങ് വിറകോ ഞങ്ങൾ കൊണ്ടുവരും, നക്ഫീക, ഞങ്ങളത് ചെയ്യുമല്ലോ നബി, അങ്ങ് ഇവിടെ വന്നിരിക്കിൻ, അങ്ങ് വന്നിരിക്കിൻ. തങ്ങൾ പറഞ്ഞു, സ്വന്തം ജനങ്ങളെക്കാളും മീതയാണ് ഞാനെന്ന് ചിന്തിക്കുന്ന ഒരാളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഞാൻ നിങ്ങളിൽ ഒരാളാണ്. മാഷാ അല്ലാഹ്. ആരായി പറയുന്നത്? അന ഖൈറു വുൽദി ആദം, ഞാൻ ആദം നബിയുടെ മക്കളിൽ ശ്രേഷ്ഠനാണ്. വലാ ഫഖ്റ, ഇത് അഭിമാനം പറയുകയല്ല, യാഥാർത്ഥ്യമാണ്. അൻ അവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്ന. ഇതൊക്കെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിറക് വേണം കത്തിക്കാൻ, ആ വിറക് കൊണ്ടു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളൊക്കെ മാഷാ അല്ലാഹ് ആ രീതിയിൽ നമ്മുടെ നാടുകളിൽ ഉസ്താദുമാരും എല്ലാവരും മുതഅല്ലിമീങ്ങളും ഒരുമിച്ച് റബീഉൽ അവ്വലിലും ഒരു ഫംഗ്ഷനുകൾ നടക്കുമ്പോഴൊക്കെ ഒരുമിച്ച് നമ്മുടെ വളണ്ടിയർമാരുടെ കൂടെ, പ്രവർത്തകന്മാരുടെ കൂടെ നിന്ന് ആ വിഷയം സഹായിച്ചു കൊടുക്കുമ്പോൾ അത് വലിയ സ്വാധീനമാണ് അവരിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് ചോദിക്കുന്നു, നബിയെ ഇസ്തഹ്മിൽനി യാ റസൂലല്ലാഹ്, തങ്ങളെ എനിക്ക് ഒരു വാഹനം വേണം നബിയെ. എന്തൊക്കെ നബി തങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം യാ അല്ലാഹ്. ഇസ്തഹ്മിൽനി യാ, എന്താ പറയുക, ഒരു കാർ ഇങ്ങോട്ട് വാങ്ങിത്തരുമെന്ന് ചോദിക്കുന്നതിന് തുല്യമാണത്. തങ്ങളോട് വന്ന് പറയും, എനിക്ക് ദൂരെ പോകണം നബിയെ, വാഹനമല്ല, ഒരു ഒട്ടകം വേണം. അന്ന് ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ 4x4 വണ്ടിയല്ലേ. ഒട്ടകൻ തങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. തങ്ങൾ പറഞ്ഞു, ഇന്നമാ അഹ്മിലുക അലാ ഇന്നി ഹാമിലുക അലാ വലദി നാഖ. ഒരു ഒട്ടകത്തിൻ്റെ, നാഖ പെണ്ണൊട്ടകമാണ്, ഒരു ഒട്ടകത്തിൻ്റെ കുഞ്ഞിൻ്റെ മീതെ നിനക്ക് യാത്ര ചെയ്യാൻ പോരേന്ന് ചോദിച്ചു. പൊന്നാര നബി, ഒട്ടകക്കുട്ടിനെ കിട്ടിയിട്ട് എന്ത് കാര്യം, ഞാൻ എങ്ങനെ യാത്ര ചെയ്യാനാ ചെറിയ കുഞ്ഞിനെ? അപ്പോൾ തങ്ങൾ പറഞ്ഞു, തങ്ങൾ തമാശയാണ് പറയുന്നത്, ഏത് വലിയ ഒട്ടകവും നാക്ക ഒരു പെണ്ണൊട്ടകത്തിൻ്റെ കുട്ടിയല്ലേ, ഞാൻ നിനക്ക് തരുന്നൊരു കുട്ടിയാണ്, പക്ഷെ അത് വലിയ കുട്ടിയാണെന്ന് മാത്രം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഒട്ടകം സംഘടിപ്പിച്ചു കൊടുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നർമ്മം, ഒരു ഉമ്മ വന്ന്, ഒരു പെണ്ണ് വന്ന് ഭർത്താവിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞതാണ്. ഹബീബിനോട് പരാതി പറഞ്ഞു, ആ മനുഷ്യൻ അല്ലദീ ഫി ഐനൈഹി ബയാദ്, കണ്ണിൽ വെളുപ്പുള്ള ആ ഭർത്താവോ അയാളോ എന്ന് ചോദിച്ചു. ഇക്ക് നബി ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു കണ്ണിന് തിമിരം ബാധിച്ച് കണ്ണാകെ വെള്ളയായി പോയിട്ടുണ്ട്. ഭർത്താവിന്, നിങ്ങളെ കണ്ണൊന്ന് തുറന്നാട്ടെ, തിരിച്ചു മറിച്ചു നോക്കി. എന്താ നീ നോക്കുന്നത്, നിങ്ങളുടെ കണ്ണിൽ വെളുപ്പുണ്ട് എന്ന് നബി പറഞ്ഞല്ലോ. പൊന്നു പെണ്ണെ, കൃഷ്ണമണിയും വെളുപ്പില്ലാത്ത വല്ല മനുഷ്യരുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ വളരെ മനോഹരമായ നർമ്മങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്ന രംഗമുണ്ട്. തങ്ങൾ ഒരൽപ്പം മനസ്സങ്കടത്തോടുകൂടി ഇരിക്കുന്ന സമയമാണ്. ഹബീബിൻ്റെ ഭാര്യമാരെ തൊലാഖ് ചൊല്ലി എന്നുവരെ ആളുകൾക്കിടയിൽ ഒരു റൂമർ പരന്നുകൊണ്ടിരുന്ന നേരം ഉമർ തങ്ങളൊക്കെ കരഞ്ഞു വന്ന് പറഞ്ഞിട്ടുണ്ട്, ഹഫ്സ
ആയിഷ ബീവി കൊഞ്ചുന്ന പോലെ നീ കൊഞ്ചരുത് ഹഫ്സ. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തേ? ആയിഷ ബീവി ഹബീബത്തു റസൂലില്ല, റസൂലുള്ളാഹിന്റെ ഹബീബത്തല്ലേ. വബിൻതു ഹബീബിഹി, ഹബീബിന്റെ മോളാണത്. ആ ആയിഷ ബീവി കളിക്കണ പോലെ ഹഫ്സ ഹബീബിന് നാക്കിന് മറുപടിയായി നീ പറയരുതേ ഹഫ്സ, നിന്റെ ദുന്യാവും ആഖിറവും പോകും ഹഫ്സ. തങ്ങളുടെ ഭാര്യമാരെ ഒന്നുമില്ല, ജീവിച്ചു പോകാൻ സാധാരണ ഒരു മനുഷ്യന് ആവശ്യമായ ഭക്ഷണം ഹബീബിൻ്റെ വീട്ടിലില്ല, അതില്ലാതെ ഞങ്ങൾ നിൽക്കൂല എന്ന് പറഞ്ഞ ഒരു രംഗമുണ്ട്. തങ്ങൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഇടപഴകാതെ വിട്ടുനിന്നൊരു സമയം, ഒരു മാസത്തോളം സമയം ഉമർ റളിയല്ലാഹു അൻഹു വന്നു ഹബീബിൻ്റെ അരികത്തേക്ക് വന്നപ്പോൾ തങ്ങൾ ഒരു മേലെയുള്ള റൂമിലാണ്. അവിടേക്ക് കയറി ചെന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ ഒരു പാറാവുകാരനുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ. തങ്ങൾ ആരാ? ഉമർ എന്നവർ. തങ്ങളൊന്നും പറഞ്ഞില്ല. വീണ്ടും ആരാണ്? ഉമർ എന്നവർ. അങ്ങനെ അവസാനം സമ്മതം കൊടുത്തു. ഉമർ എന്നവർ ചെല്ലുകയാണ്. അന്നേരം ഹബീബായ നബി തങ്ങൾ ഒരു പായിൽ കിടക്കുന്നു. വഖദ് അസ്റത്തിൽ ഹസീറു അലാ ബദനി, തങ്ങളുടെ ശരീരത്തിലാകെ പായുടെ അടയാളമുണ്ട്. അങ്ങനെ ഉമർ തങ്ങൾ അവിടെ ഒരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. നബിയേ, കിസ്റയും കൈസറും ജീവിക്കുന്നത് കണ്ടില്ലയോ? അങ്ങ് ഇത്രയും കഷ്ടപ്പാടിൽ ജീവിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ ആ രംഗം. ഉമറെ, നമുക്ക് അല്ലാഹു ആഖിറവും അവർക്ക് അല്ലാഹു ദുന്യാവും കൊടുത്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ആഖിറമില്ലേ ഉമറെ, എന്തിന് കരയുന്നു എന്നൊക്കെ പറഞ്ഞ്. പൊന്നാര നബിയെ, ഒരു കാര്യം പറയട്ടെ. അപ്പോൾ തങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറയണത്. തങ്ങൾ വിഷമത്തിലാണെന്ന് ഉമർ എന്നവർക്കറിയാം. സ്വന്തം മോള് ഹബീബിൻ്റെ ഭാര്യയാണല്ലോ, ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. പൊന്നാര നബിയെ, നമ്മളെ പെണ്ണുങ്ങളെ മക്കയിലായിരുന്ന കാലത്ത് നല്ല പെണ്ണുങ്ങളായിരുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞാൽ മറുത്തൊരു വാക്കുപോലും അവർ പറയൂല. അങ്ങനെ പറഞ്ഞാൽ നമ്മളവരെ പെരടിക്കടിക്കൂല നബിയെ. ഇപ്പം സംഭവിച്ചത്, നമ്മളെ പെണ്ണുങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലെ അൻസ്വാരികളുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങളുടെ ഭരണമാണ് നബിയെ. നമ്മുടെ പെണ്ണുങ്ങൾ ഇത് കണ്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ സ്വന്തം പെണ്ണുങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ എൻ്റെ പെരടിക്കടിച്ചു എന്ന് വരുന്നു. തങ്ങളങ്ങോട്ട് ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിനെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു തങ്ങൾ ഹത്താ ബദത് നവാജിദുഹു, ഹദീസുകളൊക്കെ കാണാൻ കഴിയും ചില സന്ദർഭങ്ങൾ. അവിടുത്തെ അണപ്പല്ല് കാണുമാർ തങ്ങളുടെ ചിരി ഞങ്ങൾ ആസ്വദിച്ചു എന്ന് സ്വഹാബിമാർ പറയുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വർത്തമാനം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. തങ്ങൾ അങ്ങോട്ട് ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യതകളാണ്. എപ്പോഴും ശ്വാസം പിടിച്ച് ഗൗരവത്തിൽ നമ്മുടെ മുമ്പൊക്കെ അങ്ങനെ പറയലേ, മുദരിസിൻ്റെ അരവാതിൽ അടഞ്ഞു കിടക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരോട് നമ്മൾ ആ പോളിസി നടക്കുമെന്ന് എനിക്കറിയില്ലേ. നമ്മുടെ യുവാക്കളും നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാരും അവർക്ക് നമ്മുടെ മുഴുവാതിലും തുറന്നു വെച്ച് കടന്നു വരാനും സംശയം ചോദിക്കാനും ഇടപഴകാനും നമ്മൾ ഇടം കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ മറ്റു പലയിടത്തേക്കും ഓടിപ്പോയേക്കും. നമ്മളവർക്ക് വാതായനങ്ങൾ തുറന്നു വെക്കേണ്ട സമയമാണ്. ഓരോ കാലഘട്ടത്തിൻ്റെയും ഓരോ രീതിയുണ്ടാകും. നമ്മുടെ മശായിഖന്മാരായ ഉസ്താദുമാരുടെ ആ കാലഘട്ടമല്ല ഇന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന മഹല്ലിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മുതഅല്ലിമീങ്ങളാവേണ്ടവർ, നമ്മൾ പറയും സ്വദേശികളായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദേശികളായ വിദ്യാർത്ഥികൾ, നമ്മുടെ മഹല്ലിലോ പരിസരത്തോ ഉള്ള ആളുകൾ നമ്മുടെ അരികത്തേക്ക് കടന്നു വരാൻ അവരിലേക്ക് തുറന്നിട്ട് കൈ സ്വീകരിക്കുന്ന ഒരു അധ്യാപകനെയാണ്, ഒരു മുഅല്ലിമിനെയാണ്, ഒരു ഉസ്താദിനെയാണ്, ഒരു ആലിമിനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വീട്ടുകാരോടും അവിടുത്തെ ശിഷ്യന്മാരോടും വിദ്യാർത്ഥികളോടുമൊക്കെ പെരുമാറിയുന്ന മനോഹരമായ പെരുമാറ്റത്തിൻ്റെ എന്ത് കിട്ടിയാലും ശിഷ്യന്മാർക്ക് ഓഹരി വെച്ച് കൊടുത്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങളുടെ ആ ഒരു മജാഅത്തിൻ്റെ വിശപ്പിനെ സംബന്ധിച്ച് വന്ന ഹദീസ് ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ തങ്ങൾ പറയുമായിരുന്നു, ഞാൻ ഹബീബിൻ്റെ കൂടെ കുറച്ചു കാലമേ. അബൂ ഹുറൈറ തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നത് ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്താണ്. ഖൈബർ നടക്കുന്നത് ഹിജറയുടെ 7-ാം വർഷമാണ്. ഹിജറ 11 തങ്ങൾ വഫാത്തായില്ലേ. തങ്ങളുടെ കൂടെ കഷ്ടിച്ച് 3 കൊല്ലം ജീവിച്ച സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങൾ പറയാ, എൻ്റെ മുഹാജിറുകളായ കൂട്ടുകാർ അവർക്ക് കച്ചവടമായിരുന്ന വിഷയം, എൻ്റെ അൻസ്വാരികളായ കൂട്ടുകാർ അവർക്ക് കൃഷിയായിരുന്ന വിഷയം. എനിക്ക് ഹബീബിൻ്റെ അരികത്ത് പോയി ഇൽമു പഠിക്കണം. ഞാൻ ഹബീബിൻ്റെ അരികത്ത് മുതഅല്ലിമാൻ. ഞാൻ തങ്ങളോട് ശകൗതു ഇലാ റസൂലില്ല, അവിടത്തോട് പറഞ്ഞു, നബിയേ ഇന്നി അഹ്ഫളു വ അൻസ, ഞാൻ ഹഫ്ളാക്കുന്നുണ്ട് നബിയെ, മറന്നു പോകുന്നുണ്ട്. എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ നിങ്ങളുടെ ദേഹത്തെ പുതപ്പ് ഇങ്ങോട്ട് വിരിച്ചാട്ടെ. അബൂ ഹുറൈറ ഞാനിത് വിരിച്ചു കൊടുത്തു.
ഹത്താ റഅയ്തുൽ ഖുമ്മല യജ്രി അലൈ, പേന് അതിലൂടെ അരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനത്തെ ഒരു വിരിപ്പായിരുന്നു അത്. തങ്ങൾ ഒരുപാട് ഹദീസ് എനിക്ക് പറഞ്ഞു തന്നു. ഇത് കൂട്ടിപ്പിടിച്ച് നിങ്ങൾ ചേർത്ത് വെച്ചോളൂ. ഫമാ നസീതു ബഅദ, അതിനുശേഷം ഞാൻ മറന്നില്ലെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ. മഹാനവറുകൾ അന്ന് മദീനത്തെ നടുവഴിയിൽ കിടന്ന, വഴിയുടെ മധ്യത്തിൽ കിടന്ന നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു. സിദ്ദീഖ് തങ്ങൾ വരുമ്പോഴേ മഹാനവറുകൾക്ക് ഭക്ഷണം വേണം, ചോദിക്കാൻ മടിയാണ്, നാണമാണ്. മഹാനവറുകൾ എന്തു പറഞ്ഞു? സിദ്ദീഖേ, ആയത്തും മിൻ കിതാബില്ല. ആ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? സിദ്ദീഖ് എന്നൊരു ആയത്തിൻ്റെ അർത്ഥം തഫ്സീറൊക്കെ പറഞ്ഞെന്നു. ഭക്ഷണം വേണോ എന്ന് എന്നോട് ചോദിച്ചില്ല. ഞാൻ അവിടെ കിടന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അടുത്ത് വരുന്നത്. യാ അല്ലാഹ്, ഹബീബിൻ്റെ സ്വാഹിബൈൻ. രണ്ടാമത് വരുന്നൊരു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ ആ കിടന്നു. മഹാനവറുകൾ പറയുന്നുണ്ടല്ലോ അന്നത്തെ പള്ളി ദർശിൻ്റെ ഒരു അവസ്ഥയെ, ഞാൻ വിശപ്പ് കൊണ്ട് തളർന്ന് വീഴുമ്പോൾ സ്വഹാബിമാർ ചിലരൊക്കെ കാലുകൊണ്ട് എന്നെ അങ്ങനെ തട്ടും. മസ്സനിൽ ജിന്നു, എനിക്ക് ജിന്ന് ബാധ ഏറ്റിട്ടുണ്ട്, ഞാൻ എന്താ ഭ്രാന്തളകി വീണതാണ് എന്ന് വിചാരിച്ചിട്ട് അവരെന്നെ വമാബി ഇല്ലൽ ജൂ, എനിക്ക് വിശപ്പായിരുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു. റബ്ബേ, അത് നമുക്ക് ഓർക്കാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ കാലഘട്ടം? ഫാറൂഖ് തങ്ങൾ കടന്നു വരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമറേ, അല്ലാഹുവിൻ്റെ കിതാബിലെ ഈ ആയത്തില്ലേ, എൻ്റെ അർത്ഥം എന്താണ്? അവർ, എനിക്ക് ഇതിനർത്ഥം അറിയും, എന്നാലും ഭക്ഷണം വേണോ അബൂ ഹുറൈറ എന്ന് എന്നോട് ചോദിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഉമർ എന്നവരെ ആയത്തിന് അർത്ഥമൊക്കെ പറഞ്ഞെന്ന് പോയി. പിന്നെ വരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അടുത്തേക്ക് വരികയാണ്. നോക്കണം, ശിഷ്യനെ വായിച്ചറിയുന്ന അധ്യാപകനാണ് റസൂലുള്ളാഹി. ഫഅറഫ മാ ഫീ വജ്ഹി, എൻ്റെ മുഖം കണ്ടപ്പോൾ നബി തങ്ങൾക്ക് മനസ്സിലായി എന്താണ്. ഖും യാ അബാ ഹുറൈറ, ഞാൻ പിന്നെ ആയത്ത് ചോദിക്കേണ്ട അവസ്ഥ വന്നില്ല. എണീക്ക് അബൂ ഹുറൈറ, എൻ്റെ കൂടെ വാ. അങ്ങനെ ഹബീബ് കൈപിടിച്ച് കൊണ്ടുപോയ രംഗം. മുത്തനബി തങ്ങൾക്ക് അവിടെ വീട്ടിലൊന്നുമില്ലല്ലോ, പാല് കൊണ്ടുവന്നു. അൻസ്വാരികളാരോ ഒരു കപ്പ് പാല്. അബൂ ഹുറൈറ തങ്ങൾ പറയാം, ആ പാല് ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ നാദിലി അസ്ഹാബ സുഫ്, സുഫത്തിൻ്റെ അഹ്ലുകാരെ വിളിച്ചു കൊണ്ടുവരൂ. അവർ 300 ആളുണ്ട് റബ്ബേ, ഒരു കപ്പ് പാല്. ഞാൻ തന്നെ വിശന്നിട്ട് വീണ് കിടക്കുമ്പോൾ എന്നെ പിടിച്ചു കൊണ്ടുവന്ന നബി ഈ പാലിന് 300 ആൾക്ക് കൊടുക്കുക. റബ്ബേ, എനിക്ക് കിട്ടുമോ? വലാകിന്നി, പക്ഷേ ഞാൻ അന റസൂലില്ല, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ ദൂതനല്ലേ, എന്നോട് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞല്ലേ, പോയേക്കാം. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു. എല്ലാവരും വന്നു, വാതിൽക്ക് നിൽക്കുകയാണ്. 10 പേര് അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. 300-ൽ 290 ആൾ പുറത്തു നിന്നു, 10 ആൾ അകത്തേക്ക് വന്നു. നാവിൽഹായ അബാഹിർ, അബൂ ഹുറൈറ പാല് കൊടുക്കിനവർക്ക്. റബ്ബേ, ഈ പാലോ? ഞാൻ കൊടുത്തു. അവർ കുടിച്ചു. 2, 3, 10, അടുത്ത 10 വരട്ടെ. 20 കുടിച്ചു. ആ പാൽ അവസാനിച്ചില്ല. യാ അല്ലാഹ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു അത്. സംഭവം നമുക്കറിയാം. അവസാനം നോക്കണം, ഉസ്താദ് ദർസിലൊക്കെ ഈ സംഭവം ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഉസ്താദിന് സ്പെഷ്യൽ ഭക്ഷണം വന്നാലേ അതിലൊരു ചപ്പാത്തി കഷ്ണെങ്കിലും മുത്തഅല്ലിമീങ്ങൾക്ക് ബാക്കിയാക്കി, സുഉറുൽ മുഅ്മിനി ശിഫാഉൻ, ആ ഉസ്താദിൻ്റെ കഞ്ഞിയുടെ ബാക്കിയോ വെള്ളത്തിൻ്റെ ബാക്കിയോ അതിൽ ശിഫയുണ്ടെന്ന് കരുതിയിട്ടെങ്കിലും ശിഷ്യന്മാർ അത്ര ഒതുങ്ങണവരാണെങ്കിൽ കേട്ടോ, കുറേ ശിഷ്യന്മാർക്ക് ഓരിച്ചെടുത്താൽ തല്ലുംപിടിയായി പോകും. പറ്റുന്നവർക്കെങ്കിലും ഒരൽപ്പം ഭക്ഷണം ബാക്കി വെച്ച് കൊടുക്കുന്ന പതിവ് നമ്മുടെ ഉസ്താദുമാർ നമ്മൾ കണ്ടുവന്നൊരു വലിയ നന്മയാണ്. മുത്തുനബി തങ്ങൾക്ക് ആ പാല് കുടിക്കാൻ, തങ്ങൾ വിശന്നിരിക്കല്ലേ, അബൂ ഹുറൈറ തങ്ങൾ വിശന്നിരിക്കുകയാണ്. പക്ഷേ നബി തങ്ങൾ ഓർക്കുന്നത് അവിടുത്തെ ശിഷ്യന്മാരെയാണ്. സുഫത്തിൻ്റെ അഹ്ലുകാർ, അല്ലാഹുവേ, അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ലല്ലോ, അവർക്ക് ചായ കിട്ടിയിട്ടില്ലല്ലോ, അവർക്ക് ഭക്ഷണമില്ലല്ലോ. അവർ 300 പേര് കുടിച്ചു. അങ്ങനെ നബി തങ്ങൾ ഫതബസ്സമ റസൂലുള്ളാഹി ഫീ വജ്ഹി, എൻ്റെ മുഖത്ത് നോക്കി നബി തങ്ങൾ ചിരിച്ചു. അബൂ ഹുറൈറ തങ്ങൾ പറയാം, അപ്പം ഞാനും ചിരിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ബഖീതു അന വ അൻത യാ അബാഹിർ, അബൂ ഹുറൈറ, ഇപ്പം ഞാനും നിങ്ങളുമാണല്ലേ ബാക്കിയുള്ളത്. ഇഷ്റബ്, കുടിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ കുടിച്ചു, ഫുള്ള് കുടിച്ചിട്ടോ, വയറ് നിറഞ്ഞു. ഇഷ്റബ്, കുടിച്ചോളൂ. ഇഷ്റബ്, കുടിക്കിൻ. ഫമാ സാല യഖൂലു ലി ഇഷ്റബ്, കുടിക്കിൻ കുടിക്കിൻ എന്ന് പറഞ്ഞ അവസാനം ലാ അജിദു ലഹാ മസ്ലക, നബിയേ വയറ് നിറഞ്ഞു നബി, ഇനി പോവില്ല നബിയെ, വയറ് നിറഞ്ഞു. ثم شربها رسول الله صلى الله عليه وسلم. പാട്ടുണ്ട്, നമ്മൾ കേൾക്കേണ്ട പാട്ടാണേ, നിർത്താം. പാട്ട് പറയുമ്പോൾ വേദം പറഞ്ഞാൽ ആരെയും കേൾക്കുമോ?
പാടിക്കോട്ടെട്ടോ, വിഷമിപ്പിക്കണ്ട. അപ്പോൾ ഇഷ്റബ്, ഇപ്പോൾ നമ്മൾ 1/3 ഭക്ഷണം കഴിക്കാവൂന്ന് പറയാറുണ്ട്. ഒരു അതിഥിയായി ചെല്ലുമ്പോൾ വയറ് നിറച്ച് കഴിച്ചാലും കുഴപ്പമില്ല എന്നാണ്. സുലുസാണ് വേണ്ടത്, സുലുസുല്ലി ത്വആമിഹി വസുലുസുല്ലി ഷറാബിഹി വസുലുസുല്ലി നഫസിഹി. പക്ഷേ സ്വഹാബികളിൽ ഇതുപോലെ രംഗങ്ങളിൽ വയറ് നിറച്ച് തിന്നാൻ നബി നിങ്ങൾ പറഞ്ഞ നേരമുണ്ട്. അതിഥികളായി ചെല്ലുമ്പോൾ എന്നും അതിഥിയായി പോകലിക്കത് ബാധകല്ല കേട്ടോ. ശരിബ്തു, ഞാൻ കുടിച്ചു നബിയേ ലാ അശ്റബു ലഹാ മസ്ലകാ, ഇനി സ്ഥലമില്ല നബിയെ, സ്ഥലമില്ല, മതിയായി നബിയെ, മതിയായി. സുമ്മ ശരിബഹാ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ അത് കുടിച്ചു. എല്ലാവരും കുടിച്ചത് ഒരു കോപ്പയിൽ നിന്ന്. 302 ആളുകൾ കുടിച്ച കോപ്പയാണത്. അവിടെ പിന്നെ അറപ്പും വെറുപ്പും അങ്ങനെ സംഭവം ഇല്ലല്ലോ. മുഅ്മിനായ മനുഷ്യൻ്റെ കുടിച്ചതിൻ്റെ ബാക്കിയിൽ ശിഫയുണ്ട്. ആ കോപ്പയിൽ നിന്നാ 300 പേര് കുടിച്ചത്. 301ാമത്തെ ആള് അബൂ ഹുറൈറ തങ്ങൾ കുടിച്ചു. എന്നിട്ടാണ് ആഖിർ അവസാനം കുടിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതിലൊക്കെ എത്ര പാഠങ്ങളുണ്ടല്ലേ, എത്ര പാഠങ്ങളുണ്ട്. കുട്ടികൾ തിന്നിട്ടുണ്ടോ? കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് മതി വാപ്പാക്ക് എന്ന് പറയുന്നൊരു അധ്യാപകനാണിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളത് ആദ്യം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ അല്ലല്ലോ തങ്ങൾ ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആഖിറാൻ, അവസാനം തങ്ങൾ കുടിക്കും. തങ്ങളുടെ ഹിജ്റയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയും. എല്ലാ അനുയായികളോടും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, എല്ലാവരും മദീനത്തേക്ക് പോയിക്കോളൂ. അവസാനം നബിതങ്ങളും സിദ്ദീഖെന്നവരും ഇൻ എക്സ്ട്രീം ഡേഞ്ചർ, ശത്രുക്കൾ എന്തും ചെയ്തേക്കും. ആ ഒരു വിപത്തിൽ 2 പേർ മദീനയിൽ, മക്കയിൽ സിദ്ദീഖെന്നവരും നബിതങ്ങളും പിന്നെ കുട്ടിയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അനുയായികൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് അനുയായികളെ രക്ഷപ്പെടുത്തി നേതാവ് അവസാനം രക്ഷപ്പെട്ട ചരിത്രമാണ് ഹിജ്റയുടേത്. ഭക്ഷണം കിട്ടുമ്പോഴും അങ്ങനെയാണ് തങ്ങൾ ചെയ്യുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്തഖ് യുദ്ധത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. അതാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 സെഷൻ നടക്കുന്നുണ്ടോ? പാട്ട് സെഷൻ അല്ല, വെറുതെ പ്രാക്ടീസിന് പാടുകയാണോ? അവിടെ പരിപാടി ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസിക്കൽ ഹൈജീൻ, നമ്മുടെ ശാരീരികമായ വൃത്തിയെ സംബന്ധിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ശരിക്കും കണിശമായും വൃത്തി പാലിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹബീബിൻ്റെ ചില വചനങ്ങളിലേക്ക് വരാം. അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹു അവരുടെ പിതാവിൻ്റെ കഥ പറയുകയാണ്. എൻ്റെ പിതാവ് ഹബീബിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. പിതാവിനോട് ചോദിച്ചു, നബി തങ്ങൾ അലകമാൽ, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചു. അവ പറഞ്ഞുണ്ട് നബിയെ. എന്തൊക്കെയുണ്ട്? ഖൈലുണ്ട്, ബിഗാലുണ്ട്, ജിമാലുണ്ട്, സുറൂഉണ്ട്, കൃഷിയുണ്ട്, ആടുണ്ട്, ഒട്ടകണ്ട്, പശുണ്ട്, എല്ലാം ഉണ്ട്. മിൻ കുല്ലിൽ അസ്വാജ്, എല്ലാം ഉണ്ട്. ഓ, എന്നിട്ട് മുഷിഞ്ഞ വസ്ത്രട്ടിരിക്കുകയാണോ? ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ നല്ല വസ്ത്രം ധരിക്കാമല്ലോ, നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ, നല്ല വസ്ത്രം ധരിച്ചൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രത്തിലെ ഹൈജീൻ, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെ. നബി തങ്ങൾ പറയും, നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം. കഅന്നകും ഷാമ്മത്തും ഫിന്നാസ്, ജനങ്ങളിൽ നിങ്ങൾ വൃത്തിയിലും വെടിപ്പിലും എടുത്തു കാണിക്കപ്പെടണം. അങ്ങനെ നിങ്ങൾ വസ്ത്രധാരണം ചെയ്യണമെന്ന് ഹദീസുണ്ട്. പക്ഷേ റിയാവും റുജുബും വരുന്ന കെട്ടും തലയെക്കെട്ടും ആ കോലവും ആയാലേ പ്രശ്നം. റുജുബ് വരരുത്, റിയാ വരരുത്. അല്ലെങ്കിൽ കഅന്നകും ഷാമ്മ, നിങ്ങളെ എടുത്തു കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് വൃത്തി വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ സദസ്സിലേക്ക് വരുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറൻ ഫീ മൻസിലിനാ. ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഒരുത്തൻ മുടി തീരെ വാർന്നു വെക്കാതെ വന്നിരിക്കുകയാണ്. ജഅദ റസ്, മുടിയാകെ പാറിപ്പറന്ന് അങ്ങനെ ഇരിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, അമാ കാന യജിദു ഹാദാ മാ യുസക്കിനു ബിഹി ശഅറഹു. ഇയാൾക്ക് തലയിൽ എണ്ണ തേക്കാൻ കുറച്ച് എണ്ണയും വാർന്നു വെക്കാൻ ഒരു ചീർപ്പൊന്നും കിട്ടിയില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു. സ്വഹീഹായ ഹദീസല്ലേ. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അതിനെ ഇക്റാം ചെയ്യണം, അതിനെ ബഹുമാനിക്കണം. എന്ന് പറഞ്ഞാൽ താടിയും മുടിയൊക്കെ വളരെ മനോഹര, പേടിപ്പിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യൻ വൃത്തിയിലായിരിക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഓർമ്മിപ്പിക്കും. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ.
അല്ലാഹു ഭംഗിയുള്ളവനാണ്, അല്ലാഹു ജമീലാണ്. അല്ലാഹുമ്മ റസുഖ്നാ ലദ്ദത്തൻ നദുരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക ഫീ ഗൈരി ദർറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. നബി തങ്ങൾ ദുആയിരക്കും അല്ലാഹുവിൻ്റെ വജ്ഹ് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു ജമീലാണ്, അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അള്ളാഹുവിന് ഭംഗിയുള്ളത് ഇഷ്ടമാണ്. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലിരുന്ന് കരഞ്ഞ 2 രംഗമുണ്ട്. ഒന്ന് ശബ്ദം ഹബീബിനേക്കാൾ ഏറിയോ, ലാ തർഫഉ അസ്വാതകും. മറ്റൊന്ന് ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ആ ആയത്തിറങ്ങിയപ്പോഴും സാബിത്ത് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. തങ്ങൾ ആളയച്ച് വിളിച്ചു വരുത്തി, എന്തിനാണ് സാബിത്തെ നിങ്ങൾ വീട്ടിലിരിക്കുന്നത്, എന്തേ വരാത്തത്? നബിയെ, വിശുദ്ധ ഖുർആനിലെ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു തആല അഹങ്കരിച്ച് നടക്കുന്നവരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്നെക്കുറിച്ച് പേടിയിലാണ്. അതെന്താ നബിയെ? ഇന്നി ഉഹിബ്ബു അൻ യകൂന ഥൗബി വനഅലി നദീഫ, നല്ല വൃത്തിയുള്ള ചെരുപ്പും നല്ല വൃത്തിയുള്ള വസ്ത്രവും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ അഹങ്കാരിയാകുമോ? തങ്ങൾ പറഞ്ഞു, ലാ ലസ്ത മിൻഹും. സാബിതേ, നിങ്ങൾ ഷഹീദായി മീതത്തുൻ ഹസന, നല്ല മരണം കിട്ടുന്ന സ്വഹാബിയാണ് നിങ്ങൾ. തങ്ങൾ പറഞ്ഞു, അഹങ്കാരം എന്ന് പറയുന്നത് ബത്റുൽ ഹഖ്, ബത്റുൽ ഹഖ്, സത്യം അംഗീകരിക്കാതിരിക്കല്. അഹങ്കാരം എന്നത് ധർമ്മം അംഗീകരിക്കാതിരിക്കലാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഹബീബിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുമെന്നാണ്. പക്ഷേ നമുക്ക് ആ ജീവിതം പൂർണ്ണമായും ഒരു മഹാഗ്രന്ഥത്തിലോ എൻസൈക്ലോപീഡിയയിൽ പോലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ജീവിതമല്ലേ അഷ്റഫുൽ ഖൽഖിൻ്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് അവിടുന്ന് വഫദുകൾ വന്ന നേരം പെരുമാറിയ പെരുമാറ്റങ്ങളൊക്കെ എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ്. ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയാ, ജരീർ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ ഹബീബിൻ്റെ അരികത്തേക്ക് വന്നു. മുത്തനബി തങ്ങൾ ജരീർ റളിയല്ലാഹുവിനെ സ്വീകരിക്കുകയാണ്. ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി യൂസുഫ് സ്വഹാബ, സ്വഹാബികളിലെ യൂസുഫ് നബിയാണ് എന്നറിയപ്പെടുന്ന സ്വഹാബിയല്ലേ, ഭയങ്കര ഭംഗിയുള്ള സ്വഹാബിയല്ലേ. അവർ വഫദിലൂടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ ഗുണങ്ങൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ അവധാനതയുണ്ട്. അനാ ജരീറെ, നിങ്ങൾ അവധാനതയുള്ള ആളാണ്, നിങ്ങൾ ദേഷ്യം പിടിക്കാതെ. ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവം നിങ്ങളിലുണ്ട്. അവരൊരു യാത്രാ സംഘമായിട്ടാണ് വന്നത്. കൂടുള്ള മുഴുവൻ ആളുകളും മദീനയിലെത്തിയപ്പോൾ ഹബീബിൻ്റെ പള്ളിയിലേക്ക് ഓടി. മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് കുളിച്ച് വൃത്തിയാവട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ അദ്ദേഹം കുളിക്കാൻ വേണ്ടി പോയി. മദീനയിൽ അന്ന് കുളിക്കാൻ സൗകര്യമുള്ള കുളങ്ങളുണ്ട്. തങ്ങൾ നീന്തുകയും സിദ്ദീഖ് തങ്ങളുടെ കൂടെ മത്സരിക്കുകയും ചെയ്ത ഫൽ യസുൽ കുല്ലുൻ ഇലാ ഹബീബിഹി എന്ന് പറഞ്ഞ് നബി തങ്ങളും സിദ്ദീഖ് എന്നവരും നീന്തൽ മത്സരം നടത്തിയ കുളം മദീനയിലുണ്ടായിരുന്നു. ഇന്നതൊന്നും കാണാനില്ല, വെള്ളമൊക്കെ ഡ്രൈ ആയിപ്പോയി. പക്ഷെ അന്ന് കുളങ്ങളുണ്ട്. മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുകയും കുളിക്കുകയും ചെയ്തു. അപ്പം നാട്ടുകാരൊക്കെ മുഷിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഇരുത്തം ഹബീബിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. വുഫൂദ്, ആമുൽ വുഫൂദിലാണ് അവരൊക്കെ വരുന്നത്. ജരീർ റളിയല്ലാഹു അൻഹു കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി നല്ല വസ്ത്രം കെട്ടിട്ട് കാണാൻ സുമുഖനായ സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു. മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, എന്നെ കാണുമ്പോഴേക്കും ചിരിച്ചിട്ടല്ലാതെ, ഹബീബിൻ്റെ മുഖത്തെ പുഞ്ചിരിയോടുകൂടെയല്ലാതെ ഞാൻ ഹബീബിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ഹബീബ് തങ്ങൾ എത്ര സങ്കടമുള്ള ആളാണ്, എത്രയെല്ലാം വിഷമങ്ങളുണ്ടായ ആളാണ്, എന്തെല്ലാം പരീക്ഷണങ്ങൾ. തങ്ങൾ അവസാന കാലം കാന ജുല്ലു സ്വലാത്തിഹി ഖാഇദ, തങ്ങൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. വലിമ ദാലിക യാ ആയിഷ, എന്തേ നബി തങ്ങൾ അങ്ങനെ ഇരിക്കാൻ കാരണം? കാന ഖദ് ഹതമഹുന്നാസ്, ജനങ്ങൾ ഹബീബിനെ തകർത്ത് കളഞ്ഞിരുന്നു. ആയിഷ ബീവി ഉപയോഗിച്ച വാക്കതാണ് ഹതമഹുന്നാസ്. കയ്യും കാലിലും ദേഹത്തും മുറിവുകളാണ്. ഹബീബിന് ഇരിക്കാൻ കഴിയില്ലായിരുന്നു.
അത്രമേൽ ഹബീബ് ക്ഷീണിച്ചിട്ട് അവസാന കാലം ഇരുന്നു കൊണ്ട് ഹബീബ് നിസ്കരിക്കുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ. എന്നിട്ട് പോലും പുഞ്ചിരിയോടുകൂടെയല്ലാതെ ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, ഞാൻ ഹബീബിനെ കാണുമ്പോഴെല്ലാം ആ മുഖത്ത് ചിരിയുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് പറഞ്ഞു, ജരീറേ, നിങ്ങളിൽ 2 സ്വഭാവങ്ങളുണ്ട്. മറ്റൊരു സ്വഹാബിയോടും തങ്ങൾ ഇതേ വാക്കുപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹു വറസൂലു അൽ ഹിൽമു വൽ അനാ. നിങ്ങൾ എന്തൊരു സൗമ്യനാണ്, നിങ്ങൾ എന്തൊരു ക്ഷമയുള്ള ആളാണ്. ഇത് രണ്ടും, നിങ്ങളുടെ ബുദ്ധികൂർമ്മതയും നിങ്ങളുടെ അവധാനതയും, ഈ 2 സ്വഭാവവും അള്ളാഹുവിന് ഇഷ്ടമാണ് കേട്ടോ എന്ന് സ്വന്തം ശിഷ്യനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാബിസത്ത് ഇബ്നുൽ മഅ്ബദ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് എന്താണ് നബിയെ നന്മ, എന്താണ് തിന്മ എന്നൊരു ഡെഫിനിഷൻ, അതിൻ്റെ ഒരു താരീഫ് നബി തങ്ങളോട് അറിയാൻ വേണ്ടി വരുന്ന വാബിസത്ത് ഇബ്നുൽ മഅ്ബദ് റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ടപ്പോഴേ പറഞ്ഞല്ലോ, ആ ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. യാ വാബിസ ജിഇത തസ്അലു അനിൽ ബിർ. വാബിസ, നിങ്ങൾ ബിറിനെ സംബന്ധിച്ച് ചോദിക്കാൻ വന്നതാണല്ലേ? സുബ്ഹാനല്ലാഹ്, ഇത് ഹബീബിൻ്റെ ഫിറാസത്തോ ഹബീബിൻ്റെ മുഅ്ജിസത്തോ ആണ്. ആ മനസ്സിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വാബിസ, നിങ്ങൾ വരുമ്പോൾ ഉദ്ദേശിച്ച ചോദ്യം ഇതല്ലേ? എന്താണ് നന്മ, എന്താണ് തിന്മ? ഞാൻ പറഞ്ഞു തരാം. അൽ ബിർറു, നന്മ എന്ന് പറയുന്നത് ശരീഅത്തിൻ്റെ, ദീനിൻ്റെ, ശാരിഇൻ്റെ നിയമങ്ങൾ ഒന്നും അറിയില്ല ഒരു വിഷയത്തെ സംബന്ധിച്ച്, പക്ഷേ അത് നന്മയോ തിന്മയോ എന്നറിയണം. എന്തു ചെയ്യും? മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാ, നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്, നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത കുളിർമ നൽകുന്നത്, അത് നന്മയാണ്. തിന്മ നിങ്ങളാരും കാണരുത് എന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ച് ചെയ്യുന്നതും, ആളുകൾ എത്ര തന്നെ അത് കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരുതരം വൈവറിങ്, നിങ്ങളുടെ മനസ്സ് പിടക്കുകയും ചെയ്യും, അത് തിന്മയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാബിസത്ത് ഇബ്നുൽ മഅ്ബദ് തങ്ങളോട് മനസ്സ് വായിക്കുന്ന ഒരു ഗുരു, ശിഷ്യൻ്റെ മനസ്സ് വായിക്കുന്ന ഗുരുനാഥൻ ഹബീബ് ഒരു ശിഷ്യനായി ഇരുന്നു കൊടുത്തതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ 80 ദിവസം, തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിലേക്ക് വന്ന്, എന്താണ് നബിയെ ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ച ഹദീത്ത് സ്വഹീഹൈനിൽ വന്നിട്ടുള്ള മുത്തഫഖ് അലൈഹിയായ പ്രശസ്തമായ ഹദീത്ത് നമുക്കറിയാം. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽമുട്ടുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു. വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, തങ്ങളുടെ കരങ്ങൾ തങ്ങളുടെ കാലിൻ്റെ തുടയിൽ തങ്ങൾ വെച്ചിരുന്നു. നമ്മൾ അത്തഹിയാത്തിലൊക്കെ ഇരിക്കുന്ന ഇരുത്തം അതൊരു മുതഅല്ലിമിൻ്റെ ഇരുത്തമാണ്, അദബിൻ്റെ ഇരുത്തമാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലമഹു ഷദീദുൽ ഖുവാ, തങ്ങൾക്കൊരു മുഅല്ലിമുണ്ടെങ്കിൽ അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആവണം എന്നാണ് ആ വചനത്തിനർത്ഥം. അല്ലമഹു ഷദീദുൽ ഖുവാ ഐ ജിബ്രീലു അലൈഹിസ്സലാം. മഹാനായ നബി തങ്ങളോട് ചോദിക്കുന്നു, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? തങ്ങൾ ഉത്തരം പറയുന്നു, നിങ്ങളുടെ ഉത്തരം ശരിയാണ് നബിയെ, തങ്ങളുടെ ഉത്തരം ശരിയാണ്. എന്താണ് ഈമാൻ? ഉത്തരം ശരിയാണ് നബിയെ. എന്താണ് ഇഹ്സാൻ? ഉത്തരം ശരിയാണ്. എന്താണ് സാഅ? എപ്പോഴാണ് ഖിയാമത്ത് നാൾ? മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സായിൽ, എനിക്കറിയില്ല അങ്ങേക്കും അറിയാത്ത പോലെ. ആ ഒരു അദബിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഇരുത്തം ഹബീബ് തങ്ങൾ കാൽത്തുടകളിൽ കൈവച്ചിരുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കാൽമുട്ടിനോട് ചേർന്ന് നിന്ന് അച്ചടക്കത്തോടെ ഇരുന്നത് ഒരു മുഅല്ലിമും ഒരു മുതഅല്ലിമിൻ്റെയും എങ്ങനെ അദബ് കാണിക്കണം എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായൊരു രംഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അദബ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ മുതഅല്ലിമീങ്ങളെ നമ്മുടെ തലമുറകളിൽ അദബുള്ളവരായി അള്ളാഹു നമ്മുടെ മക്കളൊക്കെ മാറ്റിത്തരട്ടെ. ഇന്ന് ഇൽമിൻ്റെ കുറവല്ലല്ലോ, ഇന്ന് ഏറ്റവും വലിയ വിഷയം ഇൽമില്ലായ്മയിൽ. ഇൽമ പലർന്നും കിട്ടും, വാട്സപ്പിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഇൽമ കിട്ടും, പക്ഷേ ഒരു അദബ് ഒരു ഷെയ്ഖിൽ നിന്ന് കിട്ടേണ്ടതാണ്. തഅല്ലമിൽ അദബ മിൻഹു ഖബ്ലൽ ഇൽം. ഹാറൂൻ റഷീദ് മക്കളെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ അദബ് പഠിക്കണമേ ഷെയ്ഖിൽ നിന്ന് എന്ന് പറഞ്ഞ ആ ഒരു അനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ജീവിതത്തിൻ്റെ അഖ്ലാഖിൻ്റെ സ്വഭാവ ഗുണങ്ങളുടെ മേന്മയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരൊറ്റ സംഭവം കൂടെ പറയട്ടെ. തങ്ങളുടെ അളുബാ എന്ന് പറയുന്ന ഒട്ടകം ശത്രുക്കൾ കട്ടുകൊണ്ടുപോയൊരു നേരമുണ്ട്. അന്ന് മദീനയിൽ ഇബ്ലു സ്വദഖ, സകാത്തിന് വരുന്ന ഒട്ടകങ്ങളെ മേക്കുന്ന ഇടങ്ങളിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്ന് ഒട്ടകങ്ങളെ തട്ടിക്കൊണ്ടുപോകുമായിരുന്നു.
അങ്ങനെ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽ ഹബീബിന് ഒരൊട്ടകമുണ്ട്, അലുബാ. തങ്ങളുടെ വേറെ ഒട്ടകമുണ്ട്, കസ്വ. കസ്വ ഒട്ടകമാണ് വളരെ പ്രശസ്തമായ ഒട്ടകം. പക്ഷേ അലുബാ തങ്ങളുടെ ഒട്ടകം തന്നെയാണ്. ശത്രുക്കൾ ഒട്ടകങ്ങളെ തെളിച്ചു കൊണ്ടുപോയതിൽ മുത്തുനബി തങ്ങളുടെ അലുബാവും തെളിച്ചാണ് അവർ കൊണ്ടുപോയത്. അവിടെ ആടുകളെ മേച്ചിരുന്നൊരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, അവളെയും പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ മക്കയിലേക്കുള്ള യാത്രയിലാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ആകെ പരിഭ്രാന്തരായി. ആരാണാവോ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക, എവിടെയാണ് ഹബീബിൻ്റെ അലുബ? അങ്ങനെ ആ സഹോദരി സംഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ അവരോടുകൂടെ മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ശത്രുക്കൾ ഒട്ടകങ്ങളെ മേയാൻ വിടും പകൽ സമയങ്ങളിൽ, രാത്രി ഒട്ടകങ്ങളെ കെട്ടിവെക്കും. ആ കെട്ടിവെച്ച കൂട്ടത്തിൽ ഈ പാവം പെണ്ണിനെയും കെട്ടിവെച്ചു. ആ ഒട്ടകക്കൂട്ടങ്ങളിൽ ഹബീബിൻ്റെ അലുബ ഉണ്ട്. പക്ഷെ കള്ളന്മാർക്ക് അതൊന്നും അറിയില്ലല്ലോ. ആ പെണ്ണ് പറയാൻ, എനിക്ക് രക്ഷപ്പെടണമെന്ന് തോന്നി. ഞാൻ എൻ്റെ കൈകളിൽ കാലുകളിലും വെച്ച ചങ്ങലകൾ കടിച്ച് മുറിച്ച് ഞാൻ ഒരു വിധം എൻ്റെ കൈകളിൽ നിന്ന് എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞു. ഞാൻ ആലോചിച്ചു, ഈ മരുഭൂമിയുടെ നടുവിൽ നിന്ന് ഞാൻ മദീനയിലേക്ക് ഓടിയാൽ ഇവരെന്നെ പിടിച്ചു കൊണ്ടുവരും. ഞാൻ കാൽനടയായി പോയാൽ ഒരു ഒട്ടകം വേണം. ധൃതിയിൽ നടക്കുന്ന ഒട്ടകമാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അങ്ങനെ ശത്രുക്കളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവം പെണ്ണ് ഒറ്റക്ക് ആലോചിക്കണം. അവരെ ഒട്ടകങ്ങളെ നോക്കുകയാണ്. അങ്ങനെ ഒരു ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് ചെന്നു, അതിൻ്റെ കയറഴിച്ചു. ആ ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒട്ടകം കണ്ട് കൂവി നിലവിളിച്ചു. അപ്പം പേടിച്ച ആ ഒട്ടകത്തങ്ങനെ തടവിക്കൊടുത്ത് മിണ്ടാണ്ടിരിക്കുമെന്ന് പറഞ്ഞ്, ഈ ഒട്ടകം ശരിയാവില്ല, ഇവൻ പ്രശ്നക്കാരനാണ്. അങ്ങനെ ആ ഒട്ടകത്തെ കെട്ടിയിട്ടു. കുറച്ചുകൂടെ നടന്നു, വേറൊരു ഒട്ടകം കണ്ടു, കെട്ടഴിച്ചു. കയറാൻ വേണ്ടി നോക്കും, ആ ഒട്ടകവും നിലവിളിക്കുകയാണ്, കരയാണ്. ഈ കരച്ചിൽ കേട്ട് ശത്രുക്കൾ ഉണരില്ലയോ? ഞാൻ പേടിച്ചു. അതിനെയും സമാധാനിപ്പിച്ച് തട്ടിക്കൊടുത്ത് മെല്ലെ ശാന്തനാക്കി. വേറൊരൊട്ടകം അതും ഒച്ച വെക്കാൻ തുടങ്ങി. പടച്ചവനെ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? 4ഉം 5ഉം ഒട്ടകങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഞാൻ ഒരു ഒട്ടകത്തിനടുത്തെത്തി. ആ ഒട്ടകത്തെ അഴിച്ചു. ആ ഒട്ടകം ശബ്ദിക്കുന്നില്ല, ആ ഒട്ടകം മിണ്ടുന്നില്ല. എനിക്ക് വേണ്ടി ഇരുന്ന് തന്നു. ഞാനതിൻ്റെ പുറത്ത് കയറി. ഞാൻ മദീനയിലേക്ക് യാത്രയായി. ആ ഒട്ടകം സ്പീഡിൽ കുതിക്കുന്നു. മദീനയിലേക്ക് ഞാൻ കുതിച്ചു. അങ്ങനെ 1.5 ദിവസത്തിലെ യാത്രക്ക് ശേഷം ഞാൻ മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലെത്തിയപ്പോൾ സ്വഹാബികൾ എൻ്റെ ആ ഒട്ടകപ്പുറത്ത് ഞാൻ കയറുമ്പോൾ അള്ളാഹുവിനോട് ശപഥം ചെയ്തു, അള്ളാഹുവേ, അല്ലാഹുമ്മ ഇന്നലക അലയ്യ നദുറുൻ ഇൻ അൻജൈതനി അലൈഹാ അൻ അൻഹറഹാ. അല്ലാഹുവേ, ഈ ഒട്ടകപ്പുറത്ത് നീ എന്നെ രക്ഷപ്പെടുത്തി തന്നാൽ ഈ ഒട്ടകത്തെ ഞാൻ അറുക്കുകയും അതിൻ്റെ മാംസം വിതരണം ചെയ്യുകയും ചെയ്യും എന്നെനിക്ക് നീർച്ചയുണ്ട് റബ്ബേ. ആ ഒട്ടകപ്പുറത്തായി പോരുന്നത് അതാരുടെ ഒട്ടകമാണ്? അഷ്റഫുൽ ഖൽക്കിൻ്റെ അലുബ ആണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെത്തിയപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഹാ അൽ അലുബ ഇതാ വന്നിരിക്കുകയാണ്. ഹബീബിൻ്റെ അലുബ ഒട്ടകം വന്നിരിക്കുന്നു, ഹബീബിൻ്റെ ഒട്ടകം വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒട്ടകത്തെ പെണ്ണിനെ താഴെ ഇറക്കി അവളെ വീട്ടിലിറക്കിയിട്ട് സ്വഹാബിമാർ ഹബീബിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. നബിയേ, അങ്ങയുടെ ഒട്ടകം ഇതാ തിരിച്ചു വന്നിരിക്കുന്നു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഈ പെണ്ണ് പിറ്റേന്ന് നബിയെ കാണാൻ വന്നു. നബിയെ, ആ ഒട്ടകത്തങ്ങ് തരും നബിയെ, ആ ഒട്ടകത്തെ എനിക്ക് തരും. എന്തേ? ഞാനിത് നേർച്ചയാക്കിയിട്ടുണ്ട് ആ ഒട്ടകത്തെ അറുക്കുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ് ഇദ്ഫഇ ലിയന്നാഖ, ആ ഒട്ടകത്തെ തരൂ നബിയെ. തങ്ങൾ പറഞ്ഞു, ബിഇസമാ ജസൈതിഹാ അൻ തൻഹരിഹാ ഇൻ അൻജാകില്ലാഹു അലൈഹാ. അല്ലാഹു നിങ്ങളെ ആ ഒട്ടകത്തിൻ്റെ പുറത്ത് രക്ഷപ്പെടുത്തിയാൽ ആ ഒട്ടകത്തെ അറുക്കുമെന്നാണോ നിങ്ങൾ നേർച്ച ചെയ്തത്? ബിഇസമാ ജസൈതിഹാ, നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു മൃഗത്തോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട പെരുമാറ്റമല്ലേ അത്? ആ ഒട്ടകത്തെ അറുക്കുകയാണോ വേണ്ടത്? ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നേർച്ചയാക്കിയാൽ പോലും അത് ചെയ്യരുത്. നേർച്ചയുടെ പ്രായശ്ചിത്തം ചെയ്യണം. വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, ഒരാളുടെ സ്വന്തം സമ്പത്തിലല്ലാതെ നേർച്ച ചെയ്യാനും പാടുള്ളതല്ല. ഈ ഒട്ടകം ആ പെണ്ണിൻ്റേതല്ലല്ലോ, സ്വന്തം ഒട്ടകമാണെങ്കിലല്ലേ നേർച്ചയാക്കാൻ പറ്റൂ. ഇത് ഹബീബിൻ്റെ ഒട്ടകമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും
അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ജീവജാലങ്ങളോടും ജന്തുക്കളോടും മനുഷ്യരോടും പ്രകൃതിയോടും എല്ലാ മനുഷ്യരോടും ശത്രുക്കളോട് പോലും കരുണയോടെ പ്രവർത്തിച്ച, കരുണയോടെ അനുവർത്തിച്ച, ലോകത്തിന് കരുണയായി വന്ന അഷ്റഫുൽ ഖൽഖാണ് മുഅല്ലിമുൽ മുഅല്ലിമീൻ, അധ്യാപകന്മാരുടെ അധ്യാപകരെന്ന് പറയാവുന്ന മുഅല്ലിമുൽ ബശരിയ അഷ്റഫുൽ ഖൽഖ്. ലഖദ് ജാഅകും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, മിൻ അൻഫസിക്കും എന്നവിടെ ഖിറാഅത്തുണ്ട്. നമുക്കറിയാം, നിങ്ങളിൽ ഏറ്റവും മുന്തിയവരിൽ നിന്ന് അല്ല, നിങ്ങളിൽ നിന്ന് ഒരു റസൂൽ ഇതാ വന്നിരിക്കുന്നു. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾ നന്നാവണം, നിങ്ങൾക്ക് നന്മ വരണം എന്ന് നിങ്ങളെക്കാൾ ആഗ്രഹമുള്ള, സത്യവിശ്വാസികളോട് കരുണയുള്ള ഒരു പ്രവാചകൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഫഇൻ തവല്ലൗ, ഈ പ്രവാചകനെ അനുസരിക്കാതെയും ഈ പ്രവാചകന്റെ ധർമ്മനിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടും ആരെങ്കിലും പിന്തിരിയുകയാണെങ്കിൽ നബിയെ അങ്ങ് സങ്കടപ്പെടരുത്. ഫഖുൽ, അങ്ങ് പറഞ്ഞോളൂ, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലയോ ആരാധനക്കർഹനായവൻ, അലൈഹി തവക്കൽതു, ഞാൻ എൻ്റെ വിഷയം അല്ലാഹുവെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അദീം, മഹോന്നതമായ അർശിൻ്റെ, അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ സിംബലായ അർശിൻ്റെ ഉടമസ്ഥനാണവൻ. ഇത് പറഞ്ഞു നബിയെ, അങ്ങയുടെ ധർമ്മനിഷ്ഠയിൽ അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ. ഇത് മനുഷ്യത്വത്തിന് നന്മ പഠിപ്പിക്കാൻ വന്ന മുഅല്ലിമുൽ ബശരിയ, മനുഷ്യത്വത്തിൻ്റെ മുഅല്ലിമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറയുകയും, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവം ലോകത്തെ പഠിപ്പിക്കാൻ വന്ന മുഅല്ലിമാണ് ഞാനെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.